നമസ്കാരം. ഇലക്ഷൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. വടക്കൻ പാട്ടുകളിലൂടെ പാടിപ്പതിഞ്ഞ കളരിയംഗത്തിന്റെ മർമ്മസ്ഥാനമാണ് വടകര. ഒപ്പം തന്നെ രാഷ്ട്രീയ കളരിയിലും വളരെ സജീവമായി രാഷ്ട്രീയ കളരിയിൽ പല പോരാട്ടങ്ങളും കണ്ട ഒരു മണ്ഡലം കൂടിയാണ് വടകര. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എല്ലായ്പ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പുകളാകട്ടെ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാകട്ടെ എല്ലായ്പ്പോഴും വലിയ രീതിയിൽ ചർച്ചയാകുന്ന മണ്ഡലം കൂടിയാണ് വടകര എന്ന പ്രത്യേകതയുണ്ട്. പക്ഷെ ഇക്കുറി മണ്ഡലത്തിന്റെ നിറം തന്നെ മാറിയിരിക്കുന്നു. ആദ്യം കേരളത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും എല്ലാ മണ്ഡലങ്ങളും 20 മണ്ഡലങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെങ്കിലും വടകരയിൽ ആര് ജയിക്കും, ആര് കര കടക്കും എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും ഗ്ലാമർ ചോദ്യം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗ്ലാമർ ചോദ്യം. വടകരയിൽ കെ ശൈലജ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി ഷാഫി പറമ്പിലാണ് മത്സരത്തിനായി ഇറങ്ങുന്നത്. ഒപ്പം തന്നെ BJP ആയി പ്രഫുൽ കൃഷ്ണയും മത്സര രംഗത്തുണ്ട് എന്നതാണ്. ഷാഫി പറമ്പിലും കെ ശൈലജയും കൂടി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ്. കെ ശൈലജ ഇതിനോടകം തന്നെ കെ ശൈലജ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജയ്ക്ക് ഉണ്ടായിരുന്ന വ്യക്തിപ്രഭാവത്തോടു കൂടിയാണ് വടകര മണ്ഡലത്തിലേക്ക് എത്തിയത്. ഷാഫി പറമ്പിൽ യുവാക്കളുടെ, പ്രത്യേകിച്ചും കോൺഗ്രസിൽ യുവാക്കളുടെ ഒക്കെ തന്നെയും വലിയ പിന്തുണയോടുകൂടി എത്തുന്നു. അപ്പോൾ ഇവിടെ ബലാബലം കോൺഗ്രസും CPM-ഉം ബലാബലം പരീക്ഷിക്കുമ്പോൾ താരതമ്യേന BJP-യെ സംബന്ധിച്ചിടത്തോളം വടകര മണ്ഡലം BJP-ക്ക് അത്ര വലിയ രീതിയിൽ ഒരിക്കലും പ്രതീക്ഷയൊന്നും നൽകിയിട്ടുള്ള മണ്ഡലമല്ല. പക്ഷെ എങ്കിലും ഇക്കുറി മത്സരത്തിനായി ഇറക്കിയിരിക്കുന്നത് പ്രഫുൽ കൃഷ്ണയാണ്. അവരുടെ യുവ നേതാവിനെയാണ് BJP-യും മത്സര രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. വടകര ആര് നേടും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. CPM-ന് വേണ്ടി ശ്രീ SK സജീഷ്, കോൺഗ്രസിന് വേണ്ടി ശ്രീ KM അഭിജിത്ത്, ഒപ്പം തന്നെ BJP-ക്ക് വേണ്ടി ശ്രീ ഹരിദാസ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ SK സജീഷിലേക്ക്. ശ്രീ SK സജീഷ്, സോഷ്യലിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും CPM-ഉം ഒക്കെ ഒരുപോലെ കൈവശം വച്ച സ്ഥലമാണ് വടകര. പക്ഷെ കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടായി ഇപ്പോൾ വടകര കോൺഗ്രസിന്റെ കൈകളിൽ ഉള്ള മണ്ഡലമാണ്. ഇക്കുറി വടകരയിൽ ഇടതുമുന്നണി എന്ത് പ്രതീക്ഷിക്കുന്നു? ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് കെ ശൈലജ ടീച്ചറിലൂടെ ഉജ്ജ്വലമായ വിജയം വടകരയിൽ നേടും എന്ന് പ്രചാരണ രംഗത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. ജനങ്ങളിടയിൽ വലിയ സ്വീകാര്യതയാണ് ശൈലജ ടീച്ചർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം എവിടെയും ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ പ്രവർത്തകർക്ക് ഉയർന്നു വരുന്ന സാഹചര്യമില്ല. എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിത്വം എന്ന് മാത്രമല്ല, അവർക്ക് മാനസികമായി അടുപ്പമുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ശൈലജ ടീച്ചർ. അതുകൊണ്ട് തന്നെ പ്രചാരണത്തിൽ വളരെയേറെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നു, ആളുകളുടെ ഇടയിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നു. അവരുടെ വലിയ സ്വീകാര്യത ശൈലജ ടീച്ചർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് എന്ന് പരിചയപ്പെടുത്തേണ്ട പരിചയപ്പെടുത്തലുകൾക്കപ്പുറത്തേക്ക് സ്വന്തമായി ടീച്ചറെ ജനങ്ങൾ കാണുന്നു എന്ന്, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. മറ്റൊന്ന്, വടകര പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല ഗിമ്മിക്കുകളും കാട്ടിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിജയിച്ച ചരിത്രമാണ് UDF-നുള്ളത്. ആ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാനും വടകരയുടെ പൊതുവായ വികസനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ജനങ്ങൾ കരുതുകയാണ്. നേരത്തെ ശ്രീ K മുരളീധരനും അതുപോലെ തന്നെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും എല്ലാം വടകരയുടെ MP ആയിരുന്ന കാലഘട്ടം എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു ജനങ്ങൾക്ക് നൽകിയത്. വല്ലാത്ത രീതിയിൽ മിഷൻ 25 എന്ന് പറഞ്ഞ ഒരു വലിയ പ്രോഗ്രാം തന്നെ സംഘടിപ്പിച്ചു. ഓരോ പ്രദേശത്തും ഓരോ പഞ്ചായത്തുകളിൽ എല്ലാം എന്തെല്ലാമാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് എന്നായിരുന്നു. ജലരേഖയായി മാറി എന്ന് മാത്രമല്ല, അങ്ങനെ ഒന്ന് പറഞ്ഞതിനെ കുറിച്ച് ഇവർക്കാർക്കും ഒരു ഓർമ്മ പോലുമില്ല. ഇവിടെ ഞാൻ ഉൾപ്പെടെ എന്റെ വീടുൾപ്പെടെ നിൽക്കുന്ന പേരാമ്പ്രയിൽ വലിയ CRPF-ന്റെ ഒരു ക്യാമ്പ് പെരുവണ്ണാമൂഴിയിൽ വരുമെന്ന് പറഞ്ഞു. വലിയ പ്രചരണമായിരുന്നു. ആയിരക്കണക്കിന് ജവാന്മാർ വരുന്ന സ്ഥലമാകും, പേരാമ്പ്ര ഒരു ഹബ്ബായി മാറും, ഇതൊക്കെയായിരുന്നു പ്രചരണം. അതിന് 42 ഏക്കർ ഭൂമി, ടൂറിസത്തിന് പ്രാധാന്യമുള്ള ഭൂമി വിട്ടുകൊടുത്തു. ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ ഇപ്പോ മറ്റ് ജീവജാലങ്ങൾ പെറ്റുപെരുകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഓരോ പ്രദേശത്തെടുത്ത് നോക്കിയാലും ഇത്തരത്തിലുള്ള വഞ്ചനാപരമായ നിലപാട് കാണാൻ വേണ്ടി കഴിയും. മണിയൂരിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പഞ്ചായത്തിനെ കൊണ്ട് 2 ഏക്കർ സ്ഥലം ഏറ്റെടുപ്പിച്ചിട്ട് ആ പഞ്ചായത്ത് സ്ഥലം വിട്ടു നൽകുകയും അവസാനം
അത് നടക്കുന്ന നിലയുണ്ടാവുന്നില്ല. ഇങ്ങനെ തൽക്കാല തെരഞ്ഞെടുപ്പ് രംഗത്ത് ആളെ പറ്റിക്കുന്ന ചില പരിപാടികൾ നടത്തി ജനങ്ങളെ സംഘടിപ്പിച്ച് വോട്ട് നേടി വിജയിക്കുക എന്നതായിരുന്നു UDFന്റെ ഒരു തന്ത്രം. ആ തന്ത്രം വടകരയിൽ ഇനി ഫലപ്രദമാകാൻ വേണ്ടി പോകുന്നില്ല. ജനങ്ങൾക്ക് വികസനം ആഗ്രഹിക്കുന്നു. ശൈല ടീച്ചറെ പോലെയുള്ള ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കറിയാം, ജനങ്ങളോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയും തന്നിലേൽപ്പിക്കുന്ന ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നയാളാണ് ശൈല ടീച്ചർ എന്ന് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ കാര്യമായി ഇവിടെ UDFന് വേണ്ടി മത്സരിക്കുന്ന കോൺഗ്രസിനെ എങ്ങനെയാണ് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നമുക്ക് ഓർമ്മയില്ലേ, പ്രചാരണ പ്രവർത്തനങ്ങൾ ആകെ ആരംഭിച്ചു. കെ മുരളീധരന് വേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബോർഡുകൾ, എത്രയെത്ര ബോർഡുകളാണ്, 100 കണക്കിന് ബോർഡുകളാണ് എന്റെ പ്രദേശത്ത് ഉൾപ്പെടെ സ്ഥാപിക്കപ്പെട്ടത്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ശേഷം സ്വയം വിശ്വാസത നശിക്കുന്ന സാഹചര്യം പത്മജ BJPയിലേക്ക് പോയതോടുകൂടി സംഭവിക്കുകയും അവിടുന്ന് ഒളിച്ചോട്ടവും അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടിയുള്ള ചില സമ്മർദ്ദങ്ങളും എല്ലാം ഒത്തുചേർന്നപ്പോഴല്ലേ മുരളീധരൻ ഓടിപ്പോകേണ്ടി വന്നത്. ശരി, അല്ല അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വരാം സജീഷ്, ഒരു നിമിഷം. അഭിജിത്ത്, ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ് വടകര, അതായത് കെ മുരളീധരൻ MP ആയ മണ്ഡലമാണ് വടകര. പക്ഷേ ഇതേ മണ്ഡലത്തിൽ നിന്ന് എന്തിനാണ് കെ മുരളീധരൻ ഒളിച്ചോടിയത്? പകരം പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നിങ്ങളുടെ സിറ്റിംഗ് MLA, നിങ്ങൾക്ക് വളരെ കുറച്ച് MLA-മാരാണുള്ളത്, പക്ഷെ അതിൽ നിന്നൊരു സിറ്റിംഗ് MLA തന്നെ നിങ്ങൾ ഈ പറയുന്നത് പോലെ എന്തിനാണ് വടകരയിലേക്ക് കൊണ്ടുവന്നത്? എന്തുകൊണ്ടാണ് കെ മുരളീധരൻ ഒളിച്ചോടിയത്? എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാണ് ജനങ്ങളെ സമീപിക്കുന്നത്? ഒന്ന്, ഇതിലെ ഇടതുപക്ഷ പ്രതിനിധി സ്വാഭാവികമായിട്ട് ഒളിച്ചോട്ടം എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു ആങ്കറിങ് നടത്തുന്ന അങ്ങത് ഏറ്റെടുക്കുമ്പോൾ അങ്ങയുടെ ചോദ്യത്തിന്റെ സതുദ്ദേശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, അത് അവിടെ നിൽക്കട്ടെ, കാണുന്ന ആളുകൾ തീരുമാനിക്കട്ടെ. ഇവിടെ കെ മുരളീധരൻ, നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും അതിനപ്പുറത്ത് ജനാധിപത്യ മതനിരപേക്ഷ ബഹുസ്വര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടാനും ഇന്ത്യയുടെ ഭരണഘടന തകർക്കുന്ന, ഇന്ത്യയുടെ ശത്രുക്കളായി മാറിയ നരാധവനായ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തെ താഴെ ഇറക്കാനും വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് 2024. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വലിയ ആദർശ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ആളുകൾ മത്സരിക്കുന്നത് ഈനാം ബേച്ചിയുടെയും എലിപ്പെട്ടിയുടെയും ഒന്ന് ബാലറ്റിൽ പോയി വോട്ട് കുത്താതിരിക്കാൻ വേണ്ടി മാത്രം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകൾ. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ, ശക്തരായ സ്ഥാനാർത്ഥികൾ വരുമ്പോ അവരെ സംബന്ധിച്ച് വെപ്രാളം ഉണ്ടാകും. ആ വെപ്രാളത്തിൽ നിന്ന് അവർ ഒളിച്ചോട്ടമെന്നൊക്കെ പറയും. ശരി, ഞങ്ങൾ അതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ഈ ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നമ്മൾ നേതൃത്വം കൊടുക്കുമ്പോൾ ഓരോ സീറ്റും ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അതിന്റെ കൂടെ തന്നെ പറയുന്നു, കേരളത്തിൽ വർഗീയവാദികളായ BJPക്കാരന്റെ ഒരു പ്രതിനിധിയെ പോലും ജയിപ്പിക്കാൻ ഈ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തയ്യാറാകില്ല എന്നും BJPക്ക് അല്പമെങ്കിലും സാധ്യത അവർ പോലും, ഇപ്പൊ ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ LDFന്റെ കൺവീനർ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു. BJPയുടെ ഓരോ സ്ഥാനാർത്ഥികളും മികച്ചതാണ് എന്ന് പറഞ്ഞ് BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന LDFന്റെ കൺവീനറുള്ള നാട്ടിൽ അങ്ങനെ BJPക്ക് എന്തെങ്കിലും ഒരു സാധ്യത പറയുന്ന തൃശ്ശൂരിൽ ഒരു തരത്തിലും BJP ജയിക്കാൻ പാടില്ല എന്നും അവിടെ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവിനെ തന്നെ തൃശ്ശൂരിലേക്ക് പരിഗണിക്കണമെന്നും അത് പൊതുവെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെക്കാൾ അപ്പുറത്ത് പൊതുസമൂഹത്തിന്റെ വികാരമായി മാറിയപ്പോഴാണ് കരുത്തരായ കെ മുരളീധരൻ എന്ന് പറയുന്ന സിറ്റിംഗ് MP-യെ ഞങ്ങൾ തൃശ്ശൂരിലേക്ക് മാറ്റുന്നത്. സിറ്റിംഗ് MP അവിടെ നിന്ന് മാറാൻ ആ പ്രദേശത്ത് നിങ്ങൾ കണ്ടു, കെ മുരളീധരനെ അവിടെ നിന്ന് മാറ്റാനുള്ള തീരുമാനം വരുമ്പോ അവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ അത് പാടില്ല എന്നും ഞങ്ങൾക്ക് ഇവിടെ സ്ഥാനാർത്ഥിയെ വേണമെന്നും അദ്ദേഹത്തെ ആവശ്യപ്പെട്ടു. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ ഒരു തരത്തിലും BJPക്ക് ഇവിടെ സ്പേസ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കെ മുരളീധരനെ പോലൊരു സ്ഥാനാർത്ഥിക്ക് പോകേണ്ടി വന്നു. ആ സമയത്താണ് അതിനെ നിങ്ങൾ ഒളിച്ചോട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരുടെ നാവായിട്ട് പ്രവർത്തിക്കുന്നു? അപ്പൊ അതിലെന്തിനാ ഇപ്പൊ CPM-കാരന് CPM-കാർക്ക് ഇത്ര വലിയ വെപ്രാളം, പേടി എന്തിനാണെന്നേ? ഞങ്ങൾ കെ മുരളീധരനെ മാറ്റുമ്പോൾ അവിടേക്ക് കൊണ്ടുവന്നത് ആരെയാ? കേരളത്തിൽ യുവജനങ്ങൾക്കിടയിൽ മാത്രമല്ല പൊതുസമൂഹത്തിനിടയിൽ ഏറ്റവും വലിയ സ്വീകാര്യതയുള്ള ശ്രീ ഷാഫി പറമ്പിൽ MLA ഞങ്ങൾ വടകരയിൽ സൂചിപ്പിച്ചല്ലോ. വടകര പോലൊരു മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് TP എന്ന് പറയുന്ന മനുഷ്യനെ 51 വെട്ടി കൊന്നുകളഞ്ഞ വടകരയുടെ മണ്ണിൽ ഇടതുപക്ഷം ഇടതുപക്ഷം അവരുടെ എല്ലാ ഏകാധിപത്യവും നടപ്പിലാക്കിയപ്പോൾ അതിനെ ചോദ്യം ചെയ്തു എന്നതിന്റെ പേരിൽ ക്രൂരമായി CPM നേതൃത്വത്തിന്റെ അറിവോടെ വെട്ടിക്കൊന്ന TP ചന്ദ്രശേഖരന്റെ മണ്ണിൽ, ആ അക്രമ രാഷ്ട്രീയം അത്രത്തോളം അടിവേറുള്ള മണ്ണിൽ ഇനി ഒരിക്കൽ കൂടി അക്രമകാരികളെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് കെ മുരളീധരൻ മാറുന്ന സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട്
കെ മുരളീധരനോളം ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കണം എന്നുള്ള തീരുമാനം ശരി, പാർട്ടി അല്ല ഒരു എടുക്കുന്നത്. നിമിഷം അതുകൊണ്ടാണ് അഭിജിത്ത് രാഷ്ട്രീയ അഭിജിത്ത് ഇതിന്റെ ഉത്തരമായി ഷാഫി പറമ്പിലിനെ പറഞ്ഞുകൊണ്ടേയിരുന്ന വടകരയിലേക്ക് അല്ല ഒരു അവതരിപ്പിക്കുന്നത്. മിനിറ്റ് അഭിജിത്ത് ഇതിന്റെ ഉത്തരമായി പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരു കാര്യം, ഇന്ത്യയെ തിരിച്ചെടുക്കാൻ വേണ്ടി, ഇന്ത്യയിലെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന പോരാട്ടമാണ് ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. എങ്കിൽ ഒറ്റ ചോദ്യം, CAA വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും നിലപാടൊന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് എന്താ മാത്രം സംശയം? എത്ര വട്ടം പറഞ്ഞു? നിങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയുടെ പാർലമെന്റിൽ നടന്ന ചർച്ചകൾ, ആ സമയത്ത് നടന്നിരിക്കുന്ന പത്രപ്രസ്താവനകൾ, പത്രസമ്മേളനങ്ങൾ കൃത്യമായ നിലപാട് പറഞ്ഞില്ലേ? ഇന്ത്യയെ വിഘടിപ്പിക്കുന്ന, ഭിന്നിപ്പിക്കുന്ന CAA പുനഃപരിശോധിക്കുമെന്നും അത് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുമെന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറഞ്ഞെങ്കിൽ പിന്നെയും നിങ്ങൾക്കാണോ മനസ്സിലാകാത്തത്? മല്ലികാർജ്ജുൻ ഖാർഗെയോട് നടത്തിയ മല്ലികാർജ്ജുൻ ഖാർഗെയോട് ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ രാത്രി ആലോചിച്ചതിന് ശേഷം മറുപടി പറയാമെന്നാണ് പറഞ്ഞത്. ആ രാത്രി കഴിഞ്ഞിട്ട് ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞു. നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ രാജു നിൽക്കുമ്പോൾ ജനങ്ങളുടെ വലിയ വിഷയങ്ങളിൽ നിന്നെല്ലാം വഴിതിരിച്ചു വിടാൻ വേണ്ടി സംഘപരിവാർ അജണ്ടകൾ സെറ്റ് ചെയ്യുമ്പോൾ ആ അജണ്ടകൾക്ക് പോയി തലവെച്ച് കൊടുക്കാതെ കൃത്യമായി ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. ശ്രീ ജയറാം രമേശ് അടക്കമുള്ള KC വേണുഗോപാൽ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. CAA വിഷയം പുനഃപരിശോധിക്കും, ആ CAA രാജ്യത്ത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ജനങ്ങളെ ബാധിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾ ജനങ്ങളുമായി സംവദിച്ചു പോകുമ്പോൾ ആ ചർച്ചയിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള സംഘപരിവാറിന്റെ BJPയുടെ അജണ്ട, അവർ പല അജണ്ടകളും സെറ്റ് ചെയ്യും. ആ അജണ്ടകളുടെ പുറകെ പോകാതെ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. ഈ അജണ്ടകൾ ഏറ്റെടുക്കാൻ ചില മാധ്യമപ്രവർത്തകർക്ക് ആവേശം ഉണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നു, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ, ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിൽ ഇരിക്കുന്ന ആളുകൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, CAA ഈ രാജ്യത്ത് നടപ്പിലാക്കില്ല, നിങ്ങൾക്ക് അതിൽ തർക്കമൊന്നും വേണ്ട. അതുകൊണ്ട് ഇന്നലകളിലും CAAക്കെതിരെ ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും പോരാടിയ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ശരി, ആയിക്കോട്ടെ. പാർലമെന്റിനകത്തും പുറത്തും പോരാടിയ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണെങ്കിൽ ഈ പറയുന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയതിനു ശേഷം നടത്തിയ ഈ പറയുന്ന അധ്യക്ഷൻ, AICC അധ്യക്ഷന്റെ നിലപാടിനെ കുറിച്ച് മാത്രമാണ് അഭിജിത്ത് ഞാൻ ചോദിച്ചത്. അതിലെനിക്ക് ഇനിയും ക്ലാരിറ്റി ഇല്ല. ഈ പറയുന്നത്, അതായത് ഒരു രാത്രി തനിക്ക് വേണം, അത് ആലോചിക്കാൻ ഒരു രാത്രി തനിക്ക് വേണം എന്ന് പറയുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ രാഷ്ട്രീയ സത്യസന്ധതയിൽ പോലും, അല്ലെങ്കിൽ അതിന്റെ നിഷ്കളങ്കതയിൽ പോലും സംശയിക്കേണ്ടി വരും ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ. നോക്കൂ, സംഘപരിവാറിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പുറത്ത് CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്ന പല ചാനലുകളും ഉണ്ടാകാം. നിങ്ങളൊന്നും അത്തരം രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, സാമാന്യ ബോധമുള്ള ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് വീണ്ടും മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച ഉത്തരം ലഭിക്കണം, എന്നാലേ എനിക്കത് മനസ്സിലാകൂ എന്ന് പറഞ്ഞാൽ ഞാൻ കോൺഗ്രസിന്റെ നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ശരി. സജീഷ്, ഇന്ത്യയെ തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. K മുരളീധരൻ എന്തുകൊണ്ടാണ് വടകര വിട്ടോടിയത് എന്നുള്ളതിനെ കുറിച്ചും, വടകര വിട്ട് അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോയത് സംഘപരിവാറിനെതിരെ ശക്തമായ സമരം നടത്തുന്നതിന്റെ ഭാഗമായാണ്. സജീഷ്, അല്ല, അതൊരു വലിയ തമാശയായി കേൾക്കുക എന്നുള്ളത് അപ്പുറത്തേക്ക് മറ്റെന്ത് ഞാൻ പറയാനാണ്. തൃശ്ശൂരിൽ K മുരളീധരന് നല്ല ചരിത്രമുണ്ട്, അഭിജിത്തിന് അറിയാനിട്ടാണ്. അഭിജിത്ത് അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. പണ്ട് ശ്രീ K കരുണാകരൻ, സാക്ഷാൽ ലീഡർ തന്നെ, 1800ഓളം വോട്ടിന് തൃശ്ശൂർ ലോക്സഭയിൽ പരാജയപ്പെട്ടു. അവിടെ പിന്നെ ആ തൃശ്ശൂർ തിരിച്ചു പിടിക്കാൻ വേണ്ടി അയച്ചത് കോൺഗ്രസ് K മുരളീധരനെയായിരുന്നു. അന്ന് 1800 പകരം 18,000 വോട്ടിന് തോറ്റ് ഒരു 0 കൂടി വർദ്ധിപ്പിച്ച് ഊഷ്മളമായ തോൽവിയേറ്റു വാങ്ങി തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു പോകുന്നയാളാണ്. പിന്നെ അദ്ദേഹം തൃശ്ശൂരേക്ക് പോയതപ്പാണെന്ന് അഭിജിത്തിന് ഓർമ്മയുണ്ടോ? അതായത് ഞങ്ങളെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പാർട്ടിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, നിങ്ങളുണ്ടോന്ന് അറിയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ പണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോൾ ആ സ്ഥാനം രാജിവെച്ച് പാർട്ടി സെക്രട്ടറി ആയി. ഇപ്പൊ ഗോവിന്ദ മാഷും അങ്ങനെ തന്നെയാണ്. എന്നാൽ ശ്രീ K മുരളീധരൻ അന്ന് APCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മന്ത്രിയായി. 6 മാസത്തിനിടയിൽ തെരഞ്ഞെടുത്ത് നിയമസഭയിൽ എത്തണമായിരുന്നു. ഏറ്റവും സുരക്ഷിത മണ്ഡലം തേടി നിങ്ങൾ പോയി. എവിടെ? തൃശ്ശൂര് വടക്കാഞ്ചേരി. 30,000 വോട്ടിന് അന്നത്തെ അവിടെയുള്ള ബൽറാം ജയിച്ച മണ്ഡലം. ആ മണ്ഡലത്തിൽ തോറ്റ് തുന്നം പാറി ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായി വടക്കാഞ്ചേരിയെ മാറ്റി തന്ന ചരിത്രം. ഇങ്ങനെ തൃശ്ശൂരും K മുരളീധരനുമായി ബന്ധപ്പെട്ട ചരിത്രം തോൽവിയുടേതല്ലാതെ ഏതെങ്കിലും ഒരു വിജയത്തിന്റെ ഒരു ചരിത്രം അഭിജിത്ത് ഒന്ന് പറയട്ടെ. തൃശ്ശൂർ പിടിക്കാൻ വേണ്ടി പോയ ആളുടെ ചരിത്രത്തെ കുറിച്ച് ഒന്ന് പറയട്ടെ. പിന്നെ അതവിടെ വെക്കട്ടെ, അതിൽ ചുറ്റിത്തിരിയേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നതല്ലേ. പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെ ഒന്നും എതിർക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. കാരണം അതൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞുകൊള്ളും എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ വടകരയുടെ ചരിത്രവും രക്തസാക്ഷിത്വത്തിന്റെ ചരിത്രവും ഒക്കെ അഭിജിത്ത് നല്ലോണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
കുറെ നാളായി അഭിജിത്ത് ഇത് തുടങ്ങിയിട്ട്, ഞങ്ങളും കുറെ നാളായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. വടകരയ്ക്ക് അതിലും വലിയ ചരിത്രമുണ്ട്. വല്ലപ്പോഴും വടകര പോകുമ്പോ പുറങ്കര കടപ്പുറത്തിന്റെ ചരിത്രവും അവിടെ ഒഞ്ചിയം രക്തസാക്ഷികളുടെ ചരിത്രവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ മണ്ണിന് വലിയ പാരമ്പര്യം ഉണ്ടായത്. അവിടെ മണ്ടോടിക്കണ്ണന്റെ ചരിത്രമുണ്ട്. ഇനി കോൺഗ്രസ് അറിയേണ്ട ചരിത്രമാണ് അഭിജിത്തിന് ഞാൻ വേറെ ഒന്ന് പറഞ്ഞു തരാം. കോൺഗ്രസിന്റെ ചരിത്രം അഭിജിത്ത് ഇപ്പം വായിക്കുന്നുണ്ടാവുമല്ലോ. ആ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മൊയാരത്തിനെ അടിച്ചു കൊന്ന ചരിത്രമാണ് കേരളത്തിലെ കോൺഗ്രസ്. അതിന്റെ പാരമ്പര്യമാണ് വടകരയുള്ളത്. അതായത് നിങ്ങളുടെ ചരിത്രം എഴുതിയ ആളെ അടിച്ചു കൊന്ന ചരിത്രം നിങ്ങൾക്ക് ഈ വടകരയുടെ മണ്ണുമായി ബന്ധപ്പെട്ടുണ്ട്. ആ ചരിത്രം ഇതൊന്നും പറയേണ്ട കാര്യമില്ല, പറയിപ്പിക്കുന്ന നിലയാണ്. പിന്നെ നിങ്ങൾ നടത്തിയ ആക്രമണം, അവിടെ എത്ര ആളുകളെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾ വേട്ടയാടിയിട്ടുണ്ട്. ചരിത്രപരമായി എന്തുകൊണ്ട് ആ മണ്ണിന് ചുവപ്പുണ്ടായി, വടകരയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, മണ്ണിന് വേണ്ടിയും വിശപ്പകറ്റാനും വേണ്ടിയിട്ടുള്ള പോരാട്ടം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും അതോടൊപ്പം അതിനുശേഷം കോൺഗ്രസിന്റെ ഗുണ്ടായിസത്തിനെതിരായും നടത്തി. അതിന്റെ ഭാഗമായി വേട്ടയാടപ്പെട്ട അനുഭവമുള്ള ഒരു തലമുറയാണ് വടകരയിലെ തലമുറ. അവരെ സമീപകാലത്ത് നിങ്ങൾ എല്ലാ കാലത്തും ഒരേ കാര്യം കൊട്ടിഘോഷിച്ച് ആഘോഷിച്ച് പറ്റിച്ചു കളയാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിന് വാങ്ങിവെച്ച വെള്ളം അങ്ങ് ഇറക്കി വെച്ചാൽ മതി. അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അങ്ങ് മനസ്സിലായിക്കോളും. പിന്നെ അതെ, ഇന്ത്യയുടെ അല്ല, ഞാൻ പറയട്ടെ, ഞാനിത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. അഭിജിത്ത് പറയുമ്പോൾ ഞാൻ ഒറ്റ അക്ഷരം ഉണ്ടായിരുന്നത് ഞാൻ കേട്ട് ആസ്വദിക്കുകയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. നല്ല മറുപടി പറയാൻ പറ്റുന്ന എല്ലാം കൃത്യതയോടുകൂടിയുള്ള എനിക്ക് മുന്നിലേക്ക് അഭിജിത്ത് വെച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, ഏതാനും സമയം മാത്രം ഞാൻ എടുക്കും. പിന്നെ ഇന്ത്യയെ രക്ഷിക്കാൻ, ഇന്ത്യയിലെ മതനിരപേക്ഷ സംരക്ഷിക്കാൻ ഒക്കെ നിലപാട് സ്വീകരിക്കുകയാണ് അഭിജിത്ത്. ഇന്ത്യയിൽ ഇപ്പോ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞല്ലോ, ആ ഭരണഘടനയെ അട്ടിമറിക്കാൻ BJPയുടെ മുന്നിലുള്ള ഇപ്പോഴുള്ള ചെറിയ തടസ്സങ്ങളിൽ ഒന്ന് രാജ്യസഭയിൽ അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതാണ്. അഭിജിത്തിന് അറിയാവോ? 4 വോട്ടിന്റെയോ മറ്റോ ഭൂരിപക്ഷമാണ് ഇപ്പോൾ രാജ്യസഭയിൽ BJPക്ക് കുറവുള്ളത്. നിങ്ങളുടെ നേരത്തെ ഇവിടെ പരാമർശിച്ച ആളുണ്ടല്ലോ, KC വേണുഗോപാൽ, രാജസ്ഥാനിലുള്ള രാജ്യസഭാ മെമ്പറാണ്. 2 വർഷം കാലാവധി ഉണ്ട്. ആ 2 വർഷം കാലാവധി എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള 2 വർഷ കാലാവധി. അവിടുന്ന് ഇവിടെ മത്സരിക്കാൻ വേണ്ടി വരുമ്പോ അവിടെ ജയിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞത് വേണുഗോപാൽ ജയിക്കുന്നല്ല, വേണുഗോപാലിനെ ഇതുകൂടി വിലയിരുത്തിക്കൊണ്ട് നല്ല ഗംഭീരമായി കേരളത്തിൽ നിന്ന് തോൽപ്പിച്ച് മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടി രാജസ്ഥാനിലെ രാജ്യസഭാ മെമ്പറായിട്ട് കേരളത്തിലെ ജനത നിർത്തിക്കൊടുക്കും. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ വേണ്ടി തോന്നിയല്ലോ, രാജ്യസഭ BJPക്ക് വിട്ടുകൊടുക്കാനുള്ള മാനസികാവസ്ഥ. ആ മാനസികാവസ്ഥയുടെ പേരാണ് കോൺഗ്രസ് എന്നുള്ളത്. ഇന്ത്യൻ പാർലമെന്റിൽ താങ്കൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വെക്കാൻ മോദിക്ക് കരുത്ത് പകരുന്ന 303 MPമാരിൽ 112 പേർ കോൺഗ്രസ്സുകാരാണ്. അഭിജിത്തെ, 112 പേർ കോൺഗ്രസ്സുകാരാണ്. ഞാൻ പോയ മുഖ്യമന്ത്രിമാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഒന്നും കണക്ക് പറയുന്നില്ല. ഡെമോക്രാറ്റിക് ഇലക്ഷൻ ബാച്ചിന്റെ കണക്ക് പ്രകാരം 35.6% കോൺഗ്രസിന്റെ MPമാരും MLAമാരുമാണ് BJPയിലേക്ക് പോയത്. ഇനി എല്ലാവരും പോയിട്ടുണ്ട് നിങ്ങൾ പറയും, ശതമാനം വെച്ചാണ് ഞാൻ പറഞ്ഞത്. അതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന BSP ആണ്. BSP എന്നാണ് ഒഴുക്കുണ്ടായിട്ടുള്ളത്, 0.5%. ബാക്കിയുള്ള ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി എടുത്ത് പരിശോധിച്ചാൽ 0.5% താഴെയാണ്. നിങ്ങൾ എന്താ ഇങ്ങനെ 36.5% പോയത്? നിങ്ങൾക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ ഉള്ളടക്കമില്ല. BJPയുടെയും കോൺഗ്രസിന്റെയും നയം ഒന്നാണെന്നുള്ളതുകൊണ്ടാണ് പ്രശ്നം. അവസാനിപ്പിക്കുകയാണ്. ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇവിടെ നിങ്ങൾക്ക് നിലപാടില്ലാത്തതുകൊണ്ടും മൃദുഹിന്ദുത്വവും അതോടൊപ്പം തന്നെ നവോദാരവൽക്കരണ നയങ്ങളും ജനങ്ങൾക്കെതിരായി ഒരേപോലെ BJPയും കോൺഗ്രസും നടപ്പിലാക്കുന്നതുകൊണ്ടാണ് അപ്പുറമായാലും ഇപ്പുറമായാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നത്. പിന്നെ CAAയുടെ നിലപാട് പറഞ്ഞിട്ടില്ല അഭിജിത്തെ. ഉണ്ടെങ്കിൽ അഭിജിത്ത് ഒന്ന് പറയേ, മല്ലികാർജുന ഖാർഗെയുടെ നിലപാട് എന്താണ്? ഇന്ന് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കാസർഗോഡ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചപ്പോ പൗരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു അജണ്ടയെ അല്ല, അത് തെരഞ്ഞെടുപ്പ് വോട്ട് തട്ടാൻ വേണ്ടി അങ്ങനെ ചിത്രീകരിക്കാണെന്ന് പറഞ്ഞത്. ഞാൻ വെല്ലുവിളിക്കുകയാണ് അഭിജിത്ത്, രാജ്മോഹൻ ഉണ്ണിത്താനെ ഒന്ന് ആവർത്തിക്ക്. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ CAA പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോട് ചോദിച്ചാൽ കണ്ണും പൂട്ടി അപ്പൊ പറയും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിൻവലിക്കുമെന്ന്. അധികാരത്തിൽ വരുന്നോ ഇല്ലയോ എന്നുള്ള അല്ല പ്രശ്നം. പക്ഷേ അങ്ങനെ പറയാനുള്ള രാഷ്ട്രീയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ശ്രീ SK അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്രയും പാർട്ടി ക്ലാസ്സിൽ പറയുന്ന ഒരുപക്ഷെ കോൺഗ്രസ് ഇപ്പോഴും അവരുടെ ശത്രുക്കൾ BJP അല്ല എന്നും
കോൺഗ്രസ് ആണെന്നും ഒരിക്കൽ കൂടി CPM തെളിയിക്കുന്നു. അതിൽ തർക്കമൊന്നുമില്ല. നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ അഭിജിത്ത് മറുപടി പറയുമ്പോ അഭിജിത്തിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ BJPക്ക് മറുപടി പറയണമെന്നാണോ പറയുന്നത്? ഞാൻ അങ്ങ് സംസാരിക്കുമ്പോൾ അഭിജിത്തിന്റെ ചോദ്യം CPM-നെതിരാണ്. അതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞത് അഭിജിത്തിനെതിരാണ്. ഞാൻ പറഞ്ഞതിലത്രയും ഇന്ന് രാജ്യം അനുഭവിക്കുന്ന സംഘപരിവാറിന്റെ നടപടികൾ കൊണ്ട്, നരാധപനായ നരേന്ദ്രമോദിയുടെ നടപടികൾ കൊണ്ട് ഇന്ത്യ നേരിടുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷെ അങ്ങയുടെ പറച്ചിലുകൾ അത്രയും കോൺഗ്രസിന് ക്ലാസ് എടുക്കായിരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. അപ്പൊ അന്ന് രാജ്യസഭയിൽ നിന്ന് ലോക്സഭയിലേക്കൊക്കെ വരുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്റെയൊക്കെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കേണ്ടത് ലോക്സഭയാണ്. ലോക്സഭയിൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ ആലപ്പുഴയടക്കം ലോക്സഭയിൽ ജയിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ശ്രീ KC വേണുഗോപാൽ കടന്നു വരുന്നത്. രാജ്യസഭയുടെ കാര്യം ഞങ്ങൾ അവിടെ നോക്കും. നിങ്ങൾ അതില് CPM അതില് വലിയ ആശങ്ക വേണ്ട. പക്ഷെ ഞങ്ങൾക്ക് ലോക്സഭയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന വീണ്ടും ഒരു ഭരണകൂടത്തെ വരാൻ പാടില്ലായിരുന്നു. ഞാൻ അതിൽ കൂടുതലൊന്നും ഇടപെടില്ല. ഒറ്റ സംശയമാണ്. രാജ്യസഭയല്ല ലോക്സഭയാണ് പ്രധാനമെന്ന് പറഞ്ഞു. ശരി, ഇന്ത്യയിൽ ഇപ്പോൾ BJP RSS അവരുടെ അജണ്ട പൂർണ്ണമാക്കാൻ പ്രയാസമായി നിൽക്കുന്നത് രാജ്യസഭയിൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതാണ് എന്ന് അഭിജിത്ത് അംഗീകരിക്കുമോ? അതിന് 4 സീറ്റിന്റെ കുറവേ ഉള്ളൂ എന്ന് അംഗീകരിക്കുമോ? അംഗീകരിക്കുമോ? അതെ, ഞാൻ പറഞ്ഞോട്ടെന്നേ. ഞാൻ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വലിയ പറയുമ്പോ നമ്മളിതൊക്കെ കേൾക്കുമ്പോ അമ്മോ ഇങ്ങനെയൊക്കെയാണോ CPM എന്ന് ധരിക്കും. ശരിയാ, പണ്ട് കാലത്തെ CPM നേതാക്കളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടാകും. പണ്ട് കാലത്തെ CPM നേതാക്കൾ, ഞാൻ ഒരു രക്തസാക്ഷിയെയും വില കുറച്ച് കാണുന്നില്ല. ഞാൻ എല്ലാ രക്തസാക്ഷികളെയും മാനിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളാണ്. പണ്ടത്തെ CPM നേതാക്കളൊക്കെ അങ്ങനെയായിരിക്കാം. ആ പണ്ടത്തെ CPM നേതാക്കളിൽ നിന്ന് ഇന്ന് കൊടിസുനിയും കിർമാണി മനോജും ഷാഫിയും CPM കൊട്ടേഷൻ നേതാക്കളായി ഇവരെ ആദരിക്കുമ്പോൾ CPM-കാരനായിരുന്ന RMP-കാരനാകേണ്ടി വന്ന TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ ന്യായീകരിക്കാൻ ഇന്നലകളുടെ വലിയ പൂർവ്വസൂരികളുടെ ചരിത്രം പറയുമ്പോൾ ഇപ്പോഴും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊലപാതക രാഷ്ട്രീയത്തെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ്. ഒന്ന് അവിടെ നിൽക്കട്ടെ. ഞാൻ ലോക്സഭയിൽ KC വേണുഗോപാൽ അടക്കം മത്സരിക്കാനുള്ള സാഹചര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ ആത്യന്തികമായ ശത്രുക്കൾ ആരാ? ഞങ്ങളുടെ ശത്രുക്കൾ ഈ പറയുന്ന BJP-യും സംഘപരിവാരവും തന്നെയാണ്. ഞങ്ങൾ അവർക്കെതിരെ ഏറ്റവും ഒടുവിലത്തെണ്ണം ലോക്സഭയിൽ കോൺഗ്രസിന് അനുകൂലമായി ആളുകൾ വരാനുള്ള നടപടികൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ശരി. 3, രാഷ്ട്രീയ സാഹചര്യങ്ങൾ കെ മുരളീധരന്റെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മാരാരെ പണ്ട് സംഘം നേതാവിനെ മാരാരെ പുതുമയിൽ മത്സരിപ്പിച്ച, ആ മുന്നണിയുടെ ഭാഗമായി കൂത്തുപറമ്പിൽ പിണറായിയെ മത്സരിച്ച, അങ്ങനെ ഒന്നിച്ച് മുന്നണി ഉണ്ടാക്കി BJP-ക്ക് സ്പേസ് കൊടുത്ത ആളുകളാണ് ഇന്ന് വലിയ കാര്യത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത്. അത് പോട്ടെ, 87 രാജീവ് ഗാന്ധിയെ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാൻ VP സിംഗിനെ കൂട്ടുപിടിച്ച് ഒത്താശ ചെയ്തു കൊടുത്ത ആളുകളാണെന്ന് കോൺഗ്രസിനെ കുറ്റം പറയുന്നത്. ഒന്നും വേണ്ട. 2014 ഈ രാജ്യത്ത് BJP-യുടെ ഭരണം ഉണ്ടാകാൻ വേണ്ടിയുള്ള എല്ലാ നടപടികൾക്കും നേതൃത്വം കൊടുത്ത അണ്ണ ഹസാരയ്ക്കൊപ്പം കോൺഗ്രസിനെതിരെ സമരം നയിച്ച് BJP-യുടെ കൂടെ ചേർന്ന് സമരം നയിച്ചവരാണെന്ന് കോൺഗ്രസിനെതിരെ പറയുന്നത്. ഈ പറയുന്നത് പോലെ, അതായത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ അത് ശരിയാവില്ലല്ലോ. 2013 കോമൺവെൽത്ത് ഗെയിംസിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഷീലാ ദീക്ഷിത്തും മകനും നേരിട്ട് കൊണ്ടിരുന്ന ആക്ഷേപങ്ങൾ എത്രത്തോളമാണ്? അതിനെക്കുറിച്ചുള്ള എൻക്വയറി ഒക്കെ എവിടെ എത്തി നിൽക്കുകയായിരുന്നു ശ്രീ അഭിജിത്ത്? ഈ പറയുന്നത് പോലെ ദില്ലി എങ്ങനെയാണ് അഴിമതിയിൽ കുളിച്ചുപോയത്? 9.5 വർഷക്കാലം ഈ രാജ്യത്ത് നിങ്ങൾ ഈ പറയുന്ന ഇവർ ഒന്നിച്ച് CPM-ഉം കൈപിടിച്ച് ഒന്നിച്ച് ഭരിച്ച BJP ഭരണത്തിലുണ്ടല്ലോ. എന്തായി അഴിമതി ആരോപണങ്ങൾ? എന്താ നിങ്ങൾ എന്തെങ്കിലും നടപടികൾ എടുത്തത്? നിങ്ങൾ ഈ പുകമറകൾ സൃഷ്ടിച്ചു കൈപിടിച്ച് സമരം നടത്തിയ നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ അയച്ചു തരാമെന്നേ. സുഷമാ സ്വരാജിനൊപ്പം നിങ്ങൾ നടത്തിയ സമരങ്ങൾ, ഗ്യാസ് കുറ്റിയുമേന്തി കോൺഗ്രസിനെതിരെ നിങ്ങൾ നടത്തിയ സമരങ്ങൾ ഇതെല്ലാം മുൻപിലുണ്ട്. അഭിജിത്ത്, ഒരു കാര്യം, ഒരു മിനിമം പൊളിറ്റിക്കൽ മര്യാദ വെച്ച് ഫാക്ട് വെച്ച് കാര്യങ്ങൾ സംസാരിക്കൂ. ഇല്ലെങ്കിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ വായിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയുന്ന ഒരു ചർച്ച എനിക്ക് താല്പര്യമൊന്നുമില്ല. ഇവിടെ പറഞ്ഞ ഓരോ ഫാക്ടും നമുക്ക് കാര്യം പറഞ്ഞു. VP സിംഗിന്റെ കാര്യത്തിൽ അഭിജിത്ത് പറഞ്ഞാണോ ശരി? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മറിച്ച് തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് BJP ആ സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി ശ്രമിച്ചു. രഥയാത്ര തടഞ്ഞതിന്റെ ഭാഗമായി അന്നാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രി VP സിംഗ് അദ്ദേഹത്തിന് വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നു. ആ വിശ്വാസ പ്രമേയത്തിൽ BJP-ക്ക് ആ വിശ്വാസത്തെ എതിർക്കാൻ വേണ്ടി കഴിയില്ലായിരുന്നല്ലോ. കോൺഗ്രസിന്റെയും BJP-യുടെയും MP-മാർ ഒരുമിച്ച് വോട്ട് ചെയ്തിട്ടാണ്
അന്ന് വി പി സിംഗിനെതിരായിട്ടുള്ള വിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത്. കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ് അന്ന് ബി ജെ പി ജയിച്ച് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ബാബറി മസ്ജിദ് പൊളിക്കില്ല എന്ന് പ്രഖ്യാപിച്ച, അതിന്റെ രഥയാത്ര തടഞ്ഞ വി പി സിംഗ് ഗവൺമെന്റിനെ അധികാരത്തിന് താഴെ ഇറക്കിയത്. 13 ഭാഷ അറിയുന്ന ആളായിട്ടുള്ള നരസിംഹറാവുവിനെ പോലെ ഒന്നും മിണ്ടാതിരുന്നതല്ല. അതിന്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. മൂന്ന് പേര് ഞാൻ പറയാം, 3 പേര് ഓർക്കണം. പറ്റുമെങ്കിലും മറുപടി പറയും. ലാൽജി, ഹനീഫ, മധു ഈച്ചരത്ത് നിങ്ങളുടെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി കൊന്നു തള്ളിയതാണ്. അഭിജിത്തിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആ ഹനീഫയുടെ വീട്ടിൽ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെ ഒക്കെ ഭാരവാഹിയാണല്ലോ. ആ ഉമ്മയുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യം അഭിജിത്തിനുണ്ടോ? ഈ കൊല്ലപ്പെട്ട കോൺഗ്രസ് വീട്ടിൽ പോയി നിൽക്കാൻ ധൈര്യമുണ്ടോ? അതിന് ധൈര്യം കൊണ്ടൊന്ന് പോയി നിൽക്കുക. ഞാൻ വേറെ കാര്യം എന്ന് പറഞ്ഞു, മനസ്സിലാക്കേണ്ടത് അതേ ഹനീഫയുടെ വീട്ടിലും അതേ കുടുംബത്തിലും നിരന്തരം അവർ ബന്ധപ്പെടുന്ന, അവരോട് സംസാരിക്കുന്ന ഒരാളാണ് ഞാനെന്നുള്ള മിനിമം എന്നുള്ളത് ഞാൻ പറയുന്ന കാര്യം. ഒരു ചർച്ചയിൽ വന്നിട്ട് മുഴുവൻ കളവ് മാത്രം അവതരിപ്പിക്കാൻ അതിനെ കേട്ടെടുക്കാൻ കഴിയില്ല. ഞാൻ ഇവിടെ ഈ ബി ജെ പിയിലേക്ക് ആരെങ്കിലും പോയതിനെ കുറിച്ച് വലിയ ഏറ്റെടുത്ത് അതിന് വലിയ ബി ജെ പിക്കൊപ്പം സന്തോഷം പങ്കുവെക്കുന്ന ആളുകളുടെ കൂടെ സന്തോഷം ഞങ്ങൾ ഒരിക്കൽ ഒരു സംസ്കാരം എവിടെയുണ്ടായത്? വേറെ ഏത് റിസോർട്ടിൽ താമസിക്കുന്നത്? എന്തിനാ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കേൾക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് തടസ്സപ്പെടുത്തലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു. നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളുടെ സംസാരത്തിൽ ഞാൻ എന്തായാലും തടസ്സപ്പെടുത്താൻ വന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ ബോധ്യം. ഞാൻ പറയുന്നത് ബി ജെ പിയിലേക്ക് ആരോ പോകട്ടെ, ആ അവസരവാദികളോ ഭീരുക്കളായിട്ടുള്ള ആര് പോയാലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന ഏറ്റവും വലിയ ഫാസിസ്റ്റുകളായ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള മോദി ഭരണകൂടത്തിനെതിരെ നിരന്തരം ഈ രാജ്യത്ത് പോരാടിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ, മതനിരപേക്ഷ മൂല്യങ്ങൾ തകർക്കുന്ന നരേന്ദ്രമോദിയുടെ നടപടിക്കെതിരെ ഞങ്ങൾ പോരാടിക്കൊണ്ടേയിരിക്കും. അതിനിടയിൽ ഭീരുക്കൾ പോയാൽ, അവസരവാദികൾ പോയാൽ, അതിൽ സന്തോഷം കണ്ടെത്തുന്ന, അതിൽ ഭയങ്കരമായി കൈയടിക്കുന്ന, അത് വലിയ പ്രചരിപ്പിക്കാൻ വേണ്ടി വാദോരാതെ സംസാരിക്കേണ്ടി വരുന്ന ആളുകളോട് ഞങ്ങൾക്ക് ഒരു മറുപടിയില്ല. ഞങ്ങൾ പറയുന്നു, ആര് പോയാലും പറയുന്ന അഭിജിത്തെ നിങ്ങളെ വിശ്വസിക്കണമെന്നാണോ? അല്ല, ഒരു മിനിറ്റ് എങ്ങനെ വിശ്വസിക്കും? കൈപ്പത്തിൽ മത്സരിച്ച ആളുകളെ പാർട്ടി ഓഫീസിൽ നിർത്താൻ വേണ്ടി പറ്റുന്നില്ല. ജയിച്ചു വരുന്ന എം എൽ എമാരും എം പിമാരും എന്തിനാണ് നിങ്ങൾ റിസോർട്ടിൽ താമസിക്കുന്നത്? നിങ്ങൾ വിശ്വാസമുള്ളവരെ അല്ലേ മത്സരിക്കുന്നത്? നിങ്ങളുടെ ജനങ്ങളോടൊരു ഉത്തരവാദിത്വത്തിൽ ഇതാ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്, ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ രാഷ്ട്രീയത്തോടെ MLA ആയിരുന്ന, നിങ്ങൾ മാൽദയിലെ CPM MLA ആയിരുന്ന ഗഗൻ മുർമുവിനെ ഓർമ്മപ്പെട്ട അഭിജിത്ത് ഞാനങ്ങ് പറയും. പിന്നെ ഇന്ത്യയിലെ 13 മുഖ്യമന്ത്രിമാർ കർണാടകത്തിലെ എം തിട്ട മുതൽ ഈ രാജ്യത്താകമാനം പൊട്ടിമുളച്ച് ഇതിന്റെ എണ്ണം ഞാൻ പറയണോ? 12 എംപിമാരുടെ എണ്ണം ഞാൻ പറയണോ? MLA-മാരുടെ പറയാൻ പറ്റില്ല അഭിജിത്ത്. ത്രിപുരയും കേരളവും ഈ രാജ്യത്തിന്റെ ഓരോ സംസ്ഥാനങ്ങളും എടുത്ത് പരിശോധിക്കുക. ഇങ്ങനെ ഓരോ ഞാൻ പറഞ്ഞു, അവസരവാദികളോ ഭീരുക്കളോ പാർട്ടി വിട്ടു പോയിട്ടുണ്ടാകാം.
അവർ പോയിട്ടുണ്ടാകാം എന്ന് കരുതി ഞങ്ങൾ ഓഫീസുകൾ അവിടെയുണ്ട്, കോൺഗ്രസ്സുകാർ അവിടെയുണ്ട്. നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾ പോകുമ്പോ മൊത്തത്തിൽ ഓഫീസ് അടക്കം പോയി. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 33% വോട്ട് പശ്ചിമ ബംഗാളിലുണ്ടായിരുന്ന എസ് കെ പ്രകാരം ചെയ്യുന്ന CPM-ന് എവിടെ പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങൾ ബംഗാളിലും മറ്റും മുന്നോട്ട് പോവുകയാണ്. നിങ്ങളെ യുക്തി മനസ്സിലാക്കുന്നേ. നിങ്ങളുടെ 33% വോട്ടുണ്ടായിരുന്ന പശ്ചിമ ബംഗാൾ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടേക്ക് വരുന്നത്. ഒരു നിമിഷം സജീഷ്, അഭിജിത്ത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. താങ്കൾ കുറച്ച് സമയം നിശബ്ദനായിരിക്കും. കോൺഗ്രസിലേക്ക് പോകുന്നവനെയും ഒരേപോലെയാണോ കാണുന്നത്? കോൺഗ്രസ് BJP-യിലേക്ക് ഒരേപോലെയാണോ കാണുന്നത്? സജീഷ്, ഈ രാജ്യത്ത് BJP-യുടെ നയങ്ങൾ ഏറ്റവും ശക്തമായി നടപ്പിലാക്കുന്ന മുഖ്യമന്ത്രിമാരെ നോക്ക്. അസാമിലെ പഴയ മുഖ്യമന്ത്രി CAA ഉൾപ്പെടെ ശക്തമായി നടപ്പിലാക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നു. ആരാ? പഴയ കോൺഗ്രസിന്റെ അവിടുത്തെ പൊതുവെട്ടാവല്ലേ മണിപ്പൂരിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, BJP-യുടെ മുഖ്യമന്ത്രി പഴയ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവല്ലേ? നിങ്ങളുടെ ആശയം എന്താണ്? മതനിരപേക്ഷതയുടെ ഒരു കണിക പോലും കോൺഗ്രസിനെ നയിച്ച KK ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾ ഇപ്പോ BJP-യിലാണ്. അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ KK ആന്റണി നേതാവ് തയ്യാറാകില്ല. അഭിജിത്ത് തയ്യാറുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി ആരും ബാക്കിയില്ലാത്ത അവസ്ഥയിലേക്ക് അങ്ങ് നിരന്തരമായി കുറെ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അങ്ങ് കോൺഗ്രസിനെതിരെയുള്ള വലിയ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, ആരെല്ലാം പോയാലും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന, ഭരണഘടനയെ തകർക്കുന്ന ഒരു ഭരണാധികാരിയും കൂട്ടരും രാജ്യം ഭരിക്കുമ്പോൾ അതിനെതിരെയുള്ള പോരാട്ടത്തിന് കോൺഗ്രസ് മുൻപന്തിയിൽ ഉണ്ടാകും. കോൺഗ്രസിലെ ചില ആളുകൾ പോയതിനെ പറ്റി നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും വലിയ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പശ്ചിമ ബംഗാളിൽ നിങ്ങളുടെ 33% വോട്ടും അടിവേരോടെ പോയിരിക്കുന്നത് BJP-യിലേക്കാണ്. നിങ്ങളുടെ പാർട്ടി ഓഫീസുകൾ ഒന്നടങ്കം പോയിരിക്കുന്നത് BJP-യിലേക്കാണ്. ത്രിപുരയിലെ CPM ഓഫീസുകളും CPM-ഉം പോയിരിക്കുന്നത് BJP-യിലേക്കാണ്. പക്ഷേ ഞങ്ങളുടെ വോട്ട് അവിടെയുണ്ട്. ഞങ്ങൾ ഈ രാജ്യത്ത് കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇടങ്ങളിൽ നരേന്ദ്രമോദിയുടെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഉണ്ട്. ഞങ്ങൾ മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അതിൽ തർക്കമൊന്നും വേണ്ട. അഭിജിത്തെ ഞാൻ വരാം. ശ്രീ ഹരിദാസ് കൂടി ചേരുന്നു, BJP-യുടെ പ്രതിനിധി. ശ്രീ ഹരിദാസ്, സാധാരണഗതിയിൽ വടകര മണ്ഡലം ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് ഇതിനോടകം തന്നെ വലിയ ശോഭനീയമായ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷ നൽകാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള, ശ്രീ ഹരിദാസ് താങ്കൾ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഈ പറയുന്നത് പോലെ വടകര മണ്ഡലം താങ്കളെ പ്രത്യേകിച്ചും BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയൊന്നും നൽകിയിട്ടുള്ള മണ്ഡലമല്ല. മാത്രമല്ല ഈ വോട്ടിംഗ് പെർസെന്റേജിന്റെ കാര്യത്തിലൊക്കെ തന്നെയും വടകര സാധാരണഗതിയിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വോട്ട് വളർച്ച ഉണ്ടാകുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഒരു മണ്ഡലമല്ല. അപ്പോൾ വടകരയിൽ ഇക്കുറി പ്രഫുൽ കൃഷ്ണ നിങ്ങളുടെ യുവ നേതാവിനെ ഇറക്കുമ്പോൾ BJP-യുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അല്ല, BJP-യുടെ പ്രതീക്ഷ പറയുന്നതിനപ്പുറത്തായിട്ട് ഞാൻ ഒരു നരേന്ദ്രമോദി നരാധകൻ എന്ന് വിളിച്ച ഒരു വ്യക്തിനെ ഇതിൽ കണ്ടു. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കണം. കോടതിയിൽ ഇല്ലാത്ത ഒരു കേസിനെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടുന്ന് നരാധകനായി വൃത്തികെട്ട ഭാഷകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് തോന്നിയ പോലെ വിളിച്ച് കോൺഗ്രസ് ഓഫീസിൽ നിന്ന് വിളിച്ച് പറയുന്ന പോലെ ഇവിടെ വന്ന് വിളിച്ചു പറയില്ല. എന്ത് തോന്നിയാസം വിളിച്ചു പറയുന്നത്? ആരാണ് നരാധകന്മാർ? എന്താണ്? എത്ര കോൺഗ്രസ്സുകാരെ ചുട്ടുകൊന്ന കോൺഗ്രസ്സുകാരെവിടെയുണ്ട്? ഡൽഹിയിലൊരു വനിതയെ ചുട്ടുകൊന്നിട്ട് ബാഗിലാക്കിയിട്ട് കൊണ്ടുപോകാൻ വിളിച്ചു പറയുന്നത് ഞാൻ നിങ്ങൾ അരമണിക്കൂർ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ല. ഇത് കോൺഗ്രസ് ഓഫീസല്ല, ഇതൊരു പൊതു ചർച്ചയാണ്. ആ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ മാന്യത കാണിക്കണം. ഇല്ലെങ്കിൽ മാന്യത കാണിക്കൽ ഞാനില്ല ഇതില്. കാരണം കോൺഗ്രസ്സുകാരൻ എന്തും വിളിച്ച് റോഡൊന്ന് മൈക്കോട്ടി വിളിച്ച് പറയില്ല. ആരാണ് നരാധകൻ? ആരാണ്? എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ആ വേർഡ് കിട്ടിയ നരാധകൻ? കോൺഗ്രസ്സുകാരാണ് ഇവിടുത്തെ മാന്യന്മാരോ? ഈ നാടിന് അങ്ങോട്ട് ഭൂമിയും പാതാളവും ആകാശവും കൊള്ളയടിച്ചപ്പോ ഈ കൊള്ള സംഘത്തെ ഇന്ത്യയിലെ ജനത വെറുത്തിട്ട് പുറന്തള്ളിയ ആളുകളാ. ആ പുറന്തള്ളിയ ആളുകള് ജനം പുറന്തള്ളിയതാ. ഞങ്ങളല്ല പുറന്തള്ളി, BJP-ക്കാരല്ല. വോട്ട് ചെയ്ത ആരാണ്? ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത് BJP-ക്ക്. ആ BJP-ക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ മൊത്തം പൊട്ടന്മാരാണോ? അവർ ഇവരെ വൃത്തികെട്ട രാഷ്ട്രീയമുണ്ട്. അവർ ഇവരുടെ ഹലോ കേൾക്കുന്നുണ്ടോ? ഇവരുടെ വൃത്തികെട്ട രാഷ്ട്രീയം, ഇവർ ഈ ഭൂമിയും
പാതാളവും ആകാശവും കുടുംബാധിപത്യത്തിന്റെ ഭാഗമാക്കി ശരി. ഈ അല്ല, കൊള്ളയടിച്ച താങ്കൾ ഈ വടകരയിലെ സംസ്കാരം. കാര്യം പറയും. അല്ല ഞാൻ വരാം വടകരയിലേക്ക് വരാം. വടകരയ്ക്ക് വരുന്നത് പറയേണ്ട കാര്യമല്ലോ. ഈ 1 മണിക്കൂർ ചർച്ചയിൽ ഇവർ ഇത്ര ഞാനിവിടെ കേട്ടിരുന്നല്ലോ. എന്നെ നിങ്ങൾ വിളിച്ചില്ലല്ലോ, ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. ഞാനിത് കേൾക്കാൻ മാത്രം വന്നിരുന്ന ആളാണോ? അല്ലല്ലോ. എനിക്ക് പറയാനെല്ലാം കൂടി കേൾക്കണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വൃത്തികെട്ട ഈ സംസ്കാരം, കോൺഗ്രസ് എന്ന സംസ്കാരം, ഈ കൊള്ള സംഘത്തെ പുറന്തള്ളി. അപ്പൊ കൊള്ളക്കാർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അവർക്ക് ചില വേദനകളും പ്രയാസങ്ങളും ഉണ്ടാവും. ആ വേദന കണ്ടിട്ടൊന്നും മനമെടുക്കുന്നവരല്ല BJPയുടെ ആളുകൾ എന്ന് മനസ്സിലാക്കിയാൽ മതി. BJPയിലേക്ക് ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഇന്ന് അവർ പ്രയാസപ്പെട്ടൊരു കാര്യമില്ല. അവർക്ക് മനസ്സിലായി, ഈ കോൺഗ്രസിൽ ഇന്നലെ അകപ്പെട്ടു പോയ നല്ലവരായ ആളുകൾക്ക് മനസ്സിലായി, ഈ പ്രസ്ഥാനം ഈ ഭാവി ഭാരതത്തിന് ഗുണകരമല്ല. ഇതിനെ കൊണ്ടൊരു വികസനവും നാട്ടിന് ഉണ്ടായിട്ടില്ല. ഇത് നാട്ടിലെ ചില ആളുകളുടെ മാത്രം പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ആ പ്രസ്ഥാനം മുന്നോട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇങ്ങോട്ട് വരുന്നത്. അല്ലാണ്ട് ആരെങ്കിലും പോയി കൂട്ടിക്കൊണ്ടുവരുന്ന ആളല്ല. പിന്നെ കോൺഗ്രസ്സുകാർ എന്തെങ്കിലും വെച്ച് തെറ്റിയാൽ വരുന്നവരാണ് എന്ന അഭിപ്രായം ഈ കോൺഗ്രസിൽ ഉള്ളവർക്കുണ്ടെങ്കിൽ അതെനിക്കറിയില്ല. എന്തെങ്കിലും വെച്ച് പറ്റിയാൽ വരുന്ന ഒരു സംസ്കാരമാണ് ഇവരുടെ. പിന്നെ വടകരയെ സംബന്ധിച്ചിടത്തോളം, വടകരയിലെ ഞാനൊന്ന് ചോദിക്കട്ടെ, വടകര അടക്കമുള്ള കേരളത്തിലെ ഈ പാർലമെന്റ് മണ്ഡലങ്ങളിൽ എന്ത് വികസനം നടന്നിട്ടുള്ളത്? എന്ത് വികസനമാണ്? 2014 മുമ്പേ ഈ രാജ്യം ഉണ്ടല്ലോ. ഇവിടെ കേന്ദ്രവും കേരളവും ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ടല്ലോ. 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നല്ലോ. അതിൽ വടകരക്കാരൻ കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഉണ്ണികൃഷ്ണൻ കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ, റെയിൽവേ മന്ത്രിയായിരുന്നല്ലോ. എന്ത് വികസനം വന്നിട്ടുള്ളത് ഈ നാട്ടില്? ഇപ്പം 1977 സ്ഥലമേറ്റെടുത്ത ഒരു നാഷണൽ ഹൈവേ ആണ് NH 66. ഈ NH 66 ഈ 77 സ്ഥലമേറ്റെടുത്തിട്ട് അന്ന് തൊട്ട് ഇവിടെ ഭരണമില്ലേ? ഇവിടെ കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടില്ലേ? കേരളവും കേന്ദ്രവും ഒരുമിച്ച് ഭരിച്ചിട്ടില്ലേ? എന്തേ ഇത് യാഥാർത്ഥ്യമാക്കാൻ ബുദ്ധിമുട്ടായ? 77 മുതൽ ആ സ്ഥലം കാട് പിടിച്ച് കിടക്കായിരുന്നില്ലേ? ഇവർക്ക് എന്താ കഴിവുണ്ടായിട്ടില്ലേ? ഇവരെന്താ നോക്കാൻ? ഇപ്പൊ നരേന്ദ്രമോദി വന്നപ്പോ അത് ഏറ്റെടുത്ത് ആ ഭൂമിയില് 6 വരി റോഡ് പണിതപ്പോ ഇതിപ്പോ 8 കാലി മമ്മൂഞ്ഞുകളായിട്ട് നേരത്തെ ഈ 2 ആളുകളും വരികയാണ്. ഇത് എന്റെ കുട്ടിയാന്ന് പറഞ്ഞിട്ട്. എന്താ ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടായി? UPA സർക്കാർ ഒന്നാമത്തെ സർക്കാർ ഉണ്ടായില്ലേ? 2ാം UPA സർക്കാർ ഉണ്ടായില്ലേ? ഇവിടുന്ന് മന്ത്രിമാരുണ്ടായില്ലേ? ഇവർക്ക് എന്ത് യാഥാർത്ഥ്യമാക്കാൻ? ഈ തികഞ്ഞ പരാജയമാണ് വടകരയുള്ള 2 MP-മാരായിട്ടുള്ള ആളുകളുള്ളത്. പിന്നെ ഞാനൊരു കാര്യം കേട്ടു, ഇവിടുന്ന് നമ്മുടെ എന്താണ് രാജ്യസഭാ മെമ്പർ എന്തിനാണ് മത്സരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ 2 സ്ഥാനാർത്ഥികൾ ആരാ? ഷാഫി പാലക്കാട് MLA ആണ്, ശൈല ടീച്ചർ മട്ടന്നൂരിലെ MLA ആണ്. എന്തിനാണ് ആ ജനങ്ങൾ തെരഞ്ഞെടുത്ത MLA-മാര്, പ്രതീക്ഷയോട് തെരഞ്ഞെടുത്ത ജനങ്ങൾ നിയമസഭയിലൊക്കെ അയച്ച ആളുകൾ എന്തിനാ രാജിവെക്കാണ്ട് ഇവിടെ വന്ന് മത്സരിക്കുന്നതിനാ? വേറെ നേതാക്കന്മാരിലേക്കാണോ? എന്നാ അവർക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടല്ലോ, MLA സ്ഥാനം. ജനങ്ങൾ വല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അവരവരുടെ നാട്ടിന്റെ വികസനത്തിന് വേണ്ടി. ആ നാടിന്റെ വികസനത്തിന് നിന്ന് ഒളിച്ചോടും എന്തിനാണ്? ഇവിടത്തേക്ക് വരുന്നത് എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ, വടകരയിൽ നിന്ന് നമ്മുടെ മുരളീധരൻ അവിടത്തേക്ക് ഒളിച്ചോടി. അപ്പം അതിനു മുമ്പേ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ അവിടെ. വോർഡുകള് പ്രധാനത്തിന് വേണ്ടിയിട്ട്. അല്ല, ഈ പറയുന്നത് പോലെ നിങ്ങൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ BJPയുടെ വോട്ട് ശതമാനം ഒന്നും കൂടുന്നില്ലല്ലോ. സാധാരണഗതിയിൽ പലയിടങ്ങളിലും പല മണ്ഡലങ്ങളിലും. ഞാനൊന്ന് പറയാ, വടകര എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലത്തെ ഇന്ന് വരെ BJP MP-മാരുണ്ടായിട്ടില്ല. ഈ MP-മാർ തികഞ്ഞ പരാജയമാണ്. ഈ പരാജയത്തിൽ നിന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2014 നരേന്ദ്രമോദി വരുന്നത്. നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോ വടകരയിൽ BJP വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ വെച്ച് പുലർത്തുകയാണോ ഇപ്പോഴും? അല്ലല്ല, നോ പറയട്ടെ. വികസന പ്രവർത്തനം നടന്നു. അതിന് വടകരയിൽ നടന്നിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ 32 കോടിയാണ് റെയിൽവേ സ്റ്റേഷൻ അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിലെ 35 റെയിൽവേ സ്റ്റേഷനുകൾ കോടിക്കണക്കിന് രൂപ അനുവദിച്ചുകൊണ്ട് ഒരു വലിയൊരു മാറ്റം നടക്കുക. റെയിൽവേയിൽ മാറ്റം നടക്കുകയാണ്, റോഡിൽ മാറ്റം നടക്കുക. അതുപോലെ നിരവധി ക്ഷേമ പദ്ധതികളുടെ ഈ സാധാരണക്കാരന് അതിന്റെ ഗുണമനുഭവിച്ച വടകരയിലെ ആളുകളുണ്ട്. ആ വടകരയിലെ ആളുകൾക്കുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നന്ദിയിൽ ഭിന്നശേഷി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന് വേണ്ടിയിട്ട് 7 കോടി രൂപ PT ഉഷ അനുവദിച്ചു. PT ഉഷ രാജ്യസഭാ മെമ്പറാണ്. ഞാൻ ചോദിക്കട്ടെ, ഒന്ന് മുരളീധരൻ പറയട്ടെ, 7 കോടിയോ 5 കോടിയോ ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇവിടെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ അനുവദിച്ചു എന്ന് പറയട്ടെ. ഹൈമാസ് ലോമാസ് ലൈറ്റ് വെക്കാൻ ഒരു പഞ്ചായത്ത് മെമ്പർ മതി. മുരളീധരന്റെ ആവശ്യമില്ല, MPയുടെ ആവശ്യമില്ല. ഒരു 10 പേർക്ക് തൊഴിൽ കൊടുത്തെന്ന് പറയാൻ പറ്റുക? അല്ല, ഈ പറയുന്നത് പോലെ അഭിജിത്ത്, ഈ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിലിനെ കൊണ്ടുവരുമ്പോൾ, അതായത് ഈ പറഞ്ഞ K. മുരളീധരന്റെ വികസന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ്.
ഇവിടെ വടകര റെയിൽവേ സ്റ്റേഷന്റെ വികസനം, നവീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് കെ മുരളീധരന്റെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷെ എന്നിട്ട് എന്തായി? നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഈ ഇലക്ഷന്റെ തൊട്ട് മുൻപാണ്. ഇലക്ഷന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ഹൈമാസ് ലൈറ്റുകൾ മാത്രമാണ് അവിടെ സ്ഥാപിച്ചതെന്നുള്ള ആക്ഷേപം ഇപ്പോൾ ഈ പറയുന്നത് പോലെ മറ്റു മുന്നണികൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനിടയിൽ ഷാഫി പറമ്പിൽ വരികയും ചെയ്യുന്നു. ഷാഫി പറമ്പിൽ എന്ത് മാജിക് ആണ് വടകരയിൽ കാണിക്കാൻ കഴിയുക, അഭിജിത്ത്? അല്ല, ഒന്ന്, ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും മുമ്പോട്ട് പോകുന്നത്. അതാ എം പിമാരാവട്ടെ എം എൽ എമാരാവട്ടെ എല്ലാം അവരുടെ മണ്ഡലങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിൽ ഇന്നലകളിലെ അതിന്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ ഭരണാധികാരികൾ രാഷ്ട്രീയ വിവേചനം ഒഴികെ ആ ജനങ്ങളോട്, ആ പാർലമെന്റ് അംഗങ്ങളോട്, എം എൽ എമാരോടൊക്കെ കാണിക്കുക എന്നുള്ള സാമാന്യ മര്യാദ. പക്ഷെ കെ മുരളീധരൻ വടകരയ്ക്ക് വേണ്ടി നിരന്തരം ഇന്ത്യൻ പാർലമെന്റിൽ ഇടപെട്ട ഒരാളാണ്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ 8 കോടി രൂപയാണ് വടകരയുടെയും കൊയിലാണ്ടിന്റെയും ഇടയിലുള്ള റെയിൽവേ വികസനത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടത്. ആ 8 കോടി അനുവദിക്കാൻ വേണ്ടി നിരന്തരമായിട്ടുള്ള ഇടപെടലാണ് ശ്രീ കെ മുരളീധരൻ നടത്തിയത്. അങ്ങനെ ഇടപെട്ടുകൊണ്ട് പണം കൊടുക്കുകയും ഇത് പദ്ധതികൾ അനുവദിക്കുകയും ചെയ്യേണ്ടത് ആരാണ്? അത് ചെയ്യേണ്ടത് ഭരണകൂടം. അനുമതിയോടുകൂടിയിട്ടല്ല. കെ മുരളീധരൻ നിരവധിയായിട്ടുള്ള ഇടപെടലുകളാണ് ഇന്ത്യൻ പാർലമെന്റിൽ. അത് വടകരയുടെ ഏറ്റവും വലിയ വികസനത്തിന് വേണ്ടി. പിന്നെ മുല്ലപ്പള്ളി വടകരയിൽ നിന്ന് എം പി ആയപ്പോ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായപ്പോ എന്ത് ചെയ്തു എന്ന് വടകരയിലെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ മുല്ലപ്പള്ളിക്ക് ഒരു പിന്തുടർച്ചക്കാരനായി കെ മുരളീധരൻ വന്ന സമയത്ത് ആ വികസനം പറഞ്ഞ് ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോ രണ്ട് പേർക്ക് ഞാൻ ആ BJP-ക്കാരൊന്ന് മറുപടി കൊടുത്തോട്ടെ. ആ രീതിയിലുള്ള ഇടപെടലുകളെല്ലാം കെ മുരളീധരനെ സംബന്ധിച്ച് നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ വടകരയ്ക്ക് വേണ്ടി പാർലമെന്റിൽ നടത്തിയ ആളാണ്. അങ്ങനെ റോഡുകളുടെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ ഹൈമാസ് ലൈറ്റിംഗ് ചോദിക്കുന്നു. കോവിഡ് കാലത്ത് 2 വർഷം ഒരു എം പിയുടെ ആകെയുള്ള ആസ്തി വികസന ഫണ്ട് എന്ന് പറയുന്ന ഒരു വർഷത്തേക്ക് 5 കോടി രൂപയാണ്. കോവിഡ് കാലത്ത് 1.5 വർഷക്കാലം ആ ഫണ്ട് നിരോധിച്ചവരാ കേന്ദ്ര സർക്കാർ. എന്നിട്ടും പരിമിതമായ ഫണ്ടിൽ നിന്ന് മുഴുവൻ ഇടങ്ങളിലേക്ക് തന്നാൽ ചെയ്യാൻ കഴിയുന്നത് തനത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത എം പിയാ. അതിനപ്പുറത്തേക്ക് പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി നിരന്തരം ഇടപെട്ട എം പിയാ. കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ എന്തെങ്കിലും അത് തന്നെയാണല്ലോ BJP പ്രതിനിധി പറഞ്ഞത്. വിവേചനപരമായിട്ട് എന്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു, കൊണ്ടുവരാൻ സമ്മതിക്കാത്ത നിങ്ങളാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. 2, ഇവര് വലിയ എന്താണ് താങ്കൾ നോക്കൂ, BJP-യുടെ ഭരണം എന്ത് ചെയ്തു? ലോകരാജ്യത്തിന്റെ മുൻപിൽ പ്രൗഢിയോടെ നിന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുപ്പത്തൊട്ടിക്ക് സമാനമായി താഴേക്ക് കൊണ്ടുവരികയല്ലാതെ എന്താണ് ഇവർ ചെയ്യുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ഭരണാധികാരി രാജ്യം ഭരിക്കുമ്പോൾ നമുക്കറിയാം, ഞാനും നിങ്ങളും നമ്മളടങ്ങുന്ന മുഴുവൻ സമൂഹവും ഇന്ത്യ എന്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണെന്നും പറഞ്ഞു പഠിച്ച ഇന്ത്യയിലാണ് മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് മനുഷ്യരെ കുക്കി എന്നും മെയ്തൈ എന്നും പറഞ്ഞ് 2 വിഭാഗത്തെ തമ്മിലടുപ്പിച്ച് ആ മനുഷ്യർ മരിച്ചു വീഴുമ്പോ അവിടേക്കൊന്നും തിരിഞ്ഞു നോക്കാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ എന്ത് വിളിക്കണം? ഈ രാജ്യത്തിന്റെ നട്ടലായ കർഷകർ അവർക്ക് ജീവിക്കാനുള്ള പോരാട്ടം നടത്തുമ്പോൾ അവരെ വെടിവെച്ച് കൊല്ലുന്ന ഈ ഭരണകൂടത്തെ എന്ത് വിളിക്കണം? മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ കുഞ്ഞുങ്ങളടക്കം ക്രൂരമായ പീഡനത്തിന് വിധേയരായി സ്ത്രീ സുരക്ഷ അമ്പേ ചോദ്യം ചെയ്യപ്പെടുന്ന പരാജയപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിൽ ഈ ഭരണകൂടത്തെ എന്ത് വിളിക്കണം? അങ്ങനെ സർവ്വ മേഖലകളെയും ഇല്ലാതാക്കി മുന്നോട്ട് പോകുകയും, എന്നാൽ നരേന്ദ്രമോദിയുടെ ഉറ്റ സുഹൃത്തുക്കളായ ചില ആളുകൾക്ക്, ആ ചില ആളുകൾ എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഈ ഭരണകൂടത്തെ എന്ത് വിളിക്കണം? ആ ഭരണകൂടത്തെ വിളിക്കുന്നു ഇത് ജനവിരുദ്ധരായ ഭരണകൂടമാണ്. അഭിജിത്ത്, ചോദ്യം ഷാഫി പറമ്പിലിന് എന്ത് മാജിക് കാണിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം പാലക്കാട് നിന്ന് വരുന്ന സമയത്ത് ചില ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ നിങ്ങളുടെ സമൂഹ മാധ്യമം, പ്രത്യേകിച്ചും നിങ്ങളുടെ കോൺഗ്രസ് സൈബർ വിങ് ഒക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോ ഈ പറയുന്ന പോലെ ഷാഫി പറമ്പിൽ ഈ പറഞ്ഞതുപോലെ വടകരയിലെത്തി എന്ത് മാജിക് കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നോക്കൂ, ഷാഫി ഒരു കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിയമസഭാ സാമാജികരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചെറുപ്പക്കാർ 5 ആളെ നിങ്ങൾ എടുത്താൽ അതിൽ ഷാഫി പറമ്പിലുണ്ട്. ആ ഷാഫി പറമ്പിൽ ആ പാലക്കാടില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു പക്ഷേ ചിരിച്ചേക്കാം. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു വൈകാരികമായ ജനങ്ങൾ, ഷാഫി എന്ന് പറയുന്ന അവരുടെ വീട്ടുകാരനായ കൂട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ
അവിടെ നിന്ന് വടകരയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കുള്ള വൈകാരികമായ യാത്രയപ്പുണ്ടാകും. കാരണം ഞങ്ങളുടെ MLA ഇനി വടകരയിലെ MP ആയി പോകുമ്പോൾ ഞങ്ങൾക്ക് വീടുകളിൽ എന്ന പോലെ ലഭ്യമായിരുന്ന ഒരു സഹോദരനെ വടകരയ്ക്ക് പറഞ്ഞേക്കുമ്പോൾ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. പക്ഷെ ആ പ്രയാസം മറികടന്നത് പോകുന്ന ഉത്തരവാദിത്തം ചെറുതല്ല എന്നുള്ളത് കൊണ്ടു ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ച പാർട്ടി കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് ഷാഫിയെ വടകരയിലേക്ക് പറഞ്ഞയച്ചത് എന്നുകൊണ്ടുകൂടിയാണ് ആ മനുഷ്യർ വികാര വായ്പകളോടെ ഷാഫിയെ പറഞ്ഞയച്ചത്. ഇത് പിന്നെ മറ്റൊരു MLA മറ്റാരെങ്കിലും ജനങ്ങളുടെ ഇടയിൽ നിന്ന് മത്സരിക്കാൻ വരുമ്പോ അവർക്ക് അവിടെ ഒരു ബന്ധവും ഇല്ലെങ്കിൽ പാലക്കാടിന്റെ അത്രമേൽ സ്നേഹിതനായ ഒരു മനുഷ്യനാണെങ്കിൽ സ്വന്തം നാട്ടുകാരനും കോൺഗ്രസിന്റെ പട്ടാമ്പി മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന KSBA തങ്ങൾ തന്റെ മയ്യത്ത് കാണിക്കരുത് എന്ന് പറഞ്ഞ 2 കോൺഗ്രസ് നേതാക്കളുണ്ട്. അതിൽ ഒരാൾ ഷാഫി പറമ്പിലാണ്. ആരാണ് ഈ KSBA തങ്ങൾ? പാണക്കാട്ട് തങ്ങന്മാരെ പോലെ പ്രവാചക കുടുംബത്തിലെ സംഭവിച്ചിട്ടില്ലേ? ഇല്ല അഭിജിത്ത്, തങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ നിഷേധിക്കണം. തന്റെ മൃതദേഹം കാണിക്കരുത് എന്ന്, ഷാഫി പറമ്പിലിനെ കാണിക്കരുത് എന്ന് KSBA തങ്ങളുടെ ആവശ്യമില്ലായിരുന്നു എന്ന് താങ്കൾ ഇപ്പോൾ പറയണം. ഇപ്പോൾ തെളിയിക്കണം. നിങ്ങളോട് പറഞ്ഞോ? KSBA തങ്ങൾ നിങ്ങളോട് പറഞ്ഞോ? KSBA തങ്ങൾ തന്റെ മൃതദേഹം ഷാഫി പറമ്പിലിനെ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് താങ്കൾ ഇപ്പോൾ പറയണം. അജണ്ടകൾ ഉണ്ടെങ്കിൽ അത് അവിടെ വെക്കുക. ഷാഫി പറമ്പിൽ എന്താണ് നിങ്ങൾ ഈ പറയുന്നത് പോലെ വികാര വായ്പോടെ പാലക്കാട് നിന്നും വടകരയിലേക്ക് അയച്ച ഷാഫി പറമ്പിലിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് KSBA തങ്ങൾ ഇങ്ങനെ നിലപാടെടുത്തത്? ഷാഫി പറമ്പിൽ ഏറ്റെടുക്കാൻ വേണ്ടി ഓരോ പ്രദേശങ്ങളിലേക്കും കടന്നു വരുന്നത് നിങ്ങൾ അറിയണം കേട്ടോ. അല്ലാതെ നിങ്ങൾ അതിലൊക്കെ വിരളി കൊണ്ട്, ഈ ഷാഫി പറമ്പിലെ സ്വീകാര്യതയിൽ വിരളി കൊണ്ട് ഷാഫി പറമ്പിൽ വരുന്നിടങ്ങളിൽ ജനസഞ്ചയങ്ങൾ ആരും സംഘടിപ്പിക്കാതെ കടന്നു വരുന്നത് വിരളി പൂണ്ട് CPM കാരനോ LDF കാരനോ നടത്തുന്ന ക്യാമ്പയിൻ നിങ്ങൾ ഏറ്റെടുക്കല്ലേ പ്രിയപ്പെട്ട തങ്ങന്മാരെ പോലെ തന്നെ പ്രവാചക കുടുംബത്തിലെ ഒരു അംഗമായിരുന്നില്ലേ KSBA തങ്ങൾ? ആ KSBA തങ്ങളുടെ മൃതദേഹം കാണിക്കരുത് എന്തുകൊണ്ടാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഷാഫി പറമ്പിലിന്റെ കാര്യത്തിൽ? ജനങ്ങൾ ഷാഫി ഏറ്റെടുക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ വടകരയിൽ കാണുന്നത്. ശരി, ആയിക്കോട്ടെ. ആ വടകരയിൽ നിന്ന് ജയിച്ചു പോകുമ്പോ വടകരക്കാരന്റെ ശബ്ദമായി വടകരയ്ക്ക് വേണ്ടി എങ്ങനെ നിലകൊള്ളാൻ സാധിക്കുമോ അങ്ങനെ നിലകൊണ്ട് ഷാഫി അവർക്കിടയിൽ ഉണ്ടാകും. അത് നമുക്ക് 4-ാം തീയതിക്ക് ശേഷം വടകരയിലെ MP ആയി ഷാഫി പ്രവർത്തിക്കുമ്പോ നമുക്ക് കാണുകയും ചെയ്യാം. ശരി, ജൂൺ 3-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം വടകരയുടെ MP ആയി അത്രമേൽ സ്നേഹത്തോടുകൂടി പാലക്കാടുകാർ അയച്ച ഒരാളാണ് ശ്രീ SK സജീഷ്. വടകരയിൽ വലിയ ആംബിയൻസ് ഇതിനോടകം തന്നെ ഷാഫി പറമ്പിൽ ക്രിയേറ്റ് ചെയ്തു എന്നാണ് കോൺഗ്രസ് ക്യാമ്പ് അവകാശപ്പെടുന്നത്. സജീഷ്, ശരി, സജീഷിലേക്ക് അല്പസമയത്തിനകം വരാം എന്ന് തോന്നുന്നു. അഭിജിത്ത്, ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ശരി, നിങ്ങൾ പറയുന്നത് പോലെ സ്വാഭാവികമായിട്ട് ഓക്കെ, സജീഷ് വന്നു എന്ന് തോന്നുന്നു. സജീഷ്, ഇല്ല, ഈ നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ ഷാഫി പറമ്പിൽ നിലവിലെ സാഹചര്യത്തിൽ വലിയ ആൾക്കൂട്ടമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും ഈ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിലിൻ്റെതായ ദൃശ്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോ ഇതൊക്കെ വോട്ടായി മാറും, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കൂട്ടമൊക്കെ വോട്ടായി മാറും എന്ന് തന്നെയാണ് കരുതുന്നത് കോൺഗ്രസ് ക്യാമ്പ്? നോക്കൂ, കേവലം ഒരു ആൾക്കൂട്ടത്തിന്റെ പുറകെ മാത്രമല്ല കോൺഗ്രസ് പോകുന്നത്. കൃത്യമായ സംഘടനാ മെഷീനറി ചലിപ്പിച്ചുകൊണ്ട് ഓരോ ബൂത്തുകളിലും ഇറങ്ങിച്ചെന്ന് ആ ഇടങ്ങളിലെല്ലാം പ്രവർത്തനങ്ങൾ നടത്തും. ഞാൻ ഇന്ന് നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങോട്ട് കടന്നു വരുന്നത് കൊയിലാണ്ടി അസംബ്ലിയിൽ നിന്നാണ്. അവിടെ അടക്കം കോൺഗ്രസിന് ചിലയിടങ്ങളിൽ സംഘടനാ ദൗർബല്യമുള്ള ഇടങ്ങളിലടക്കം വളരെ ആവേശത്തിൽ ജനങ്ങൾ തടിച്ചുകൂടുന്നു ബൂത്ത് ലെവൽ. നിങ്ങൾ മുകളിൽ കാണുന്ന ആൾക്കൂട്ടം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുകളിൽ കാണുന്ന ആൾക്കൂട്ടം ഒരിക്കലും ഷാഫി പറമ്പിലിന് വേണ്ടി സംഘാടകർ സംഘടിപ്പിക്കാതെ ഷാഫി പറമ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അങ്ങോട്ട് ഒഴുകുന്ന ചെറുപ്പക്കാരാണ്, സ്ത്രീകളാണ്, കുഞ്ഞുങ്ങളാണ്, വിദ്യാർത്ഥികളാണ്, മുഴുവൻ ജനങ്ങളുമാണ്, ആബാലവൃദ്ധം ജനങ്ങൾ ഷാഫിയെ വരവേൽക്കാൻ വരുന്നു. അത് ജനങ്ങളുടെ ഹൃദയവികാരമാണ്, അവരങ്ങോട്ട് സംഘടിപ്പിക്കാതെ വരുന്നു. അത് പരിപാടി സംഘടിപ്പിച്ചൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ അടിത്തട്ടിലും അത്രമേൽ പ്രവർത്തനം നടക്കുന്നു. മുകൾ തട്ടിലെ പ്രവർത്തനം മാത്രമല്ല, അടിത്തട്ടിലും ഷാഫി പറമ്പിലിന് വേണ്ടി ജനങ്ങൾ ഒന്നടങ്കം ഷാഫിയെ സ്ഥാനാർത്ഥിയായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് വടകരയിലെ. വടകരയിൽ ഷാഫി എത്തി അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഈ ആൾക്കൂട്ടം അതിന്റെ ദൃഷ്ടാന്തമാണ്. അപർണ, ഒരു കാര്യം തള്ളിക്കോട്ടെ, തള്ളി മറിച്ച് നമ്മുടെ സ്ക്രീനൊന്നും പൊളിക്കാതിരുന്നാൽ മതി. അത്രേ എനിക്ക് അതിൽ പറയാനുള്ളൂ. ഒരു കാര്യം, പാലക്കാട്ട് വലിയ ആവേശത്തു നിന്നാണ് ജനങ്ങൾ അയ്യോ കരഞ്ഞ് കെട്ടിപ്പിടിച്ച് സീനുണ്ടാക്കി ആള് വിട്ടു എന്നാ പറയുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം 2ാമത്തെ തവണയല്ലേ പാലക്കാട് മത്സരിക്കുന്നത്? 1ാമത്തെ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ 1/3 ഭൂരിപക്ഷമേ ഉള്ളൂ 2ാമത്തെ തവണ. എനിക്ക് തോന്നുന്നു 10,000-15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആദ്യം ജയിച്ച്, പിന്നെ അവസാനം നമുക്ക് ഓർമ്മയില്ലേ
ഫോട്ടോ ഫിനിഷിൽ കേരളത്തിൽ LDF 99 എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ അവസാനത്തെ മണ്ഡലമായി ഫോട്ടോ ഫിനിഷിലാ ജയിക്കുന്നത്. ഈ പറഞ്ഞ കെട്ടിപ്പിടിച്ച ആളുകളൊന്നും അയ്യോ അയ്യോ പോവല്ലേ എന്ന് പറഞ്ഞ ആളുകളൊന്നും വോട്ട് ചെയ്തില്ലേ? ഭൂരിപക്ഷം കൂടുതലല്ലേ വേണ്ടത്? ശൈല ടീച്ചർക്ക് അതല്ല. മട്ടന്നൂരുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഭാഗമായി 62,000 പരം കേരളത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഭൂരിപക്ഷം, നേരത്തെ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം, ആ മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം. ഇതാ വ്യത്യാസം. ജനങ്ങളുടെ സ്നേഹം തെരഞ്ഞെടുപ്പിൽ കൂടി പ്രതിഫലിക്കും. അല്ലാതെ 10 പേരെ കൂടെ നിർത്തിക്കൊണ്ട് 10 ക്യാമറയും വെച്ച് കെട്ടിപ്പിടിക്കലും കരയലും ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ആളുകളാണ് കോഴിക്കോടുകാരിൽ നിന്ന് മിനിമം ഒന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ. അഭിജിത്ത്, നമ്മളൊക്കെ സ്നേഹം നല്ല കളങ്കമില്ലാത്ത സ്നേഹമല്ലേ അഭിജിത്തെ? അഭിജിത്തിന് എന്നോട് സ്നേഹമുണ്ട്, തിരിച്ചെനിക്ക് അഭിജിത്തിനോട് സ്നേഹമുണ്ട്. അതൊക്കെ നമ്മൾ ഇങ്ങനെ കളങ്കമായിട്ട് ഉള്ളിൽ വെച്ച് ക്യാമറ വെച്ച് പേടിപ്പിക്കുന്ന സ്നേഹമാണ് നമുക്ക്. അത് മനസ്സിലാക്കേണ്ട സ്ഥാനാർത്ഥിക്ക് അതാ പ്രശ്നം. നമ്മൾ കോഴിക്കോടുകാര് നല്ല സ്നേഹമുള്ള ആളുകളാണ്, മിഠായി തെരുവുള്ള നല്ല മധുരം കൊടുക്കുന്ന ആളുകളാണ്, കളങ്കമില്ലാത്ത സ്നേഹമില്ല ആളുകളാണ് നമ്മള്. അവിടെ വന്നിട്ട് ഈ കെട്ടിപ്പിടിക്കലും കരച്ചിലും ഓരോ MLA ഒരു MP ഒരു മണ്ഡലത്തിൽ പോയി അത്ര ആൾ കരയും, സ്വന്തം വീട്ടിൽ നിന്ന് കരയില്ല. പിന്നെ ഇതൊക്കെ എന്തിനാണ് ഷൂട്ട് ചെയ്ത് വിടുന്നത് എന്റെ സുഹൃത്തെ? പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഇവരുടെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് എന്റെ നാട്ടിലുള്ള ഈ ഒരു ജംഗ്ഷൻ ഉണ്ട്, പേരാമ്പ്ര ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ആ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 10 വാഹനം ഒരുമിച്ച് വന്നാൽ ടൈറ്റ് ആയി പോകുന്നതാണ് ബൈപ്പാസ് വരുന്നതിന് മുമ്പ്. ആ ജംഗ്ഷനിൽ കുറെ ആളെ നിർത്തിയിട്ട് ഒരു ഹെലികാം ക്യാമറ എടുത്തിട്ട് 1977 ശേഷം പിന്നെ എന്താണ് UDF ജയിക്കാത്ത പേരാമ്പ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ആ രാഹുൽ മാങ്കൂട്ടവും നിങ്ങളുടെ ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ, കുറെ ID കാർഡൊക്കെ ഇറക്കിയ ഒരു വ്യാജ പ്രസിഡന്റ്, അയാളൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടാൽ ഞങ്ങൾ പേരാമ്പ്രക്കാർ ഇത് എത്ര നാളായി കാണാൻ തുടങ്ങിയിട്ട്. അഭിജിത്തിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കേണ്ട ഗിമ്മിക്കായിട്ട് ഇറങ്ങരുത്. ഇത് നാട് വേറെയാണ്. നിങ്ങളുടെ ഗിമ്മിക്ക് കളിച്ച് ആളെ പറ്റിച്ച് നല്ല കതർ ഷർട്ട് വാങ്ങി അത് കീറി കാണിക്കുന്ന അഭ്യാസമൊന്നും നമ്മളെ ഈ വടകരയും കോഴിക്കോടും അതുപോലെയുള്ള ഇവിടെ സ്ഥലത്തൊന്നും നടക്കില്ല. നമ്മളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഇടപെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണെന്ന് അഭിജിത്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? അങ്ങനെ പറഞ്ഞു കൊടുത്താലല്ലേ ഇവര് നിങ്ങൾക്കെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പറ്റൂ. അല്ലാതെ കുറെ ക്യാമറ ആയിട്ട് ഇറങ്ങിയാൽ മതിയോ? 10 ക്യാമറയോ മറ്റോ ഉണ്ടെന്ന് ഞാൻ കേട്ടത്. സ്ഥാനാർത്ഥിന്റെ ഓരോ ആംഗിളിലും നല്ലൊരു സിനിമ ഷൂട്ട് ചെയ്യും. സിനിമ ഷൂട്ട് ശരി ശരി അഭിജിത്തെ മറുപടി നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. അഭിജിത്തെ മറുപടി. പിന്നെ അത് നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ താങ്കൾ ഈ ചർച്ചയിൽ നിഷേധിക്കാത്ത കുറെ കാര്യമുണ്ട്. അതിനാ മറുപടി പറയേണ്ടത്. CAA-യുമായി ബന്ധപ്പെട്ട നിലപാട് രാജ്മോഹൻ ഉണ്ണിത്താനെ തള്ളി പറയുന്നുണ്ടോ? മല്ലികാർജുന ഖാർഗെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇവിടെ പാർലമെന്റ് പോയിട്ട് കെ മുരളീധരൻ എന്ന് പറയുന്ന പഴയ MP എന്ത് പ്രസംഗമാണ് നടത്തിയിട്ടുള്ളത്? ആകെ 57 പ്രസംഗമാണ് നടത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ ആവറേജ് 78. 113 ഡിബേറ്റ് ആര് നടത്തിയിട്ടുണ്ട്? ആരിഫ് നടത്തിയിട്ടുണ്ട്. അതിലും 57, അതിൽ തന്നെ 11 പിന്നെ കേരളത്തിനെതിരായ പ്രസംഗം. ഇതല്ലേ നിങ്ങളുടെ MP എന്ന് പറയുന്നത്? ഇതാക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ജനം ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ മുന്നിൽ അവസ്ഥ. എന്നിട്ട് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. ആ ഇറക്കം ഒന്നും നടക്കില്ല സുഹൃത്തെ. രണ്ട് കാര്യം. ഒന്ന്, ശ്രീ ഷാഫി പറമ്പിലിന്റെ സ്വീകാര്യതയിൽ വിരളി ഒരു മിനിറ്റ് ഷാഫി പറമ്പിലിന്റെ സ്വീകാര്യതയിൽ വിരളി പൂളുന്ന CPM-കാരൻ എന്തും പറഞ്ഞോട്ടെ, ജനങ്ങൾക്കറിയാൻ യാഥാർത്ഥ്യം. ഒന്ന്, ഷാഫി പറമ്പിലിന്റെ വോട്ട് കുറയുന്നു. ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഞങ്ങൾ എന്തിനാണ് വിരളി പൂണുന്നത്? നിങ്ങൾ വിരളി പൂണ്ടെന്ന് പറയല്ലേ? നമുക്കും നിങ്ങൾക്കൊന്നും വിരളിയില്ലേന്ന്. നിങ്ങൾക്കല്ലേ വിരളി പൂണ്ടത്? ഞങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് സ്ഥാനാർത്ഥി മാറിയപ്പോൾ വിരളി പൂണ്ടിട്ടുണ്ടാവും. കോൺഗ്രസ്സുകാർക്ക് തന്നെ ശക്തമായി അഭിജിത്തിന്റെ സമയല്ലേ? അഭിജിത്ത് സംസാരിക്കട്ടെ. സജീഷ്, അഭിജിത്തിന്റെ സമയം. ഷാഫി പറമ്പിലിനെ കാണുമ്പോ സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാരും ജനങ്ങളും തടിച്ചുകൂടുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇതിലൊക്കെ നിങ്ങൾക്ക് എന്തിനാ ഇത്ര വിരളി? പിന്നെ ക്യാമറയുടെ എണ്ണമാണെങ്കിലും പറയട്ടെ, ഞാനൊന്ന് സംസാരിക്കട്ടെ, നിങ്ങളതിന് ഇടയിൽ കയറില്ലേ? പിന്നെ ക്യാമറയുടെ ഒക്കെ എണ്ണമാണെങ്കിൽ ആ ടീച്ചറോട് ലൈവ് ഇടുന്നതിന് മുൻപ് ക്യാമറാമാൻമാരോടൊക്കെ ഒന്ന് പുറകോട്ട് മാറാൻ പറഞ്ഞാൽ നല്ലതായിരിക്കും. അത് മാത്രമേ ഉള്ളൂ അതിന് മറുപടി. നിങ്ങൾ ഷാഫിയുടെ വോട്ടിന്റെ കണക്ക് ചോദിക്കുമ്പോ പാലക്കാട് മണ്ഡലത്തിൽ നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ പാർട്ടിയുടെ അവസ്ഥ എന്താണെന്നൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഓർമ്മപ്പെടുത്തൽ മാത്രം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓർമ്മപ്പെടുത്തൽ കുറച്ച് ദിവസമായി ഷാഫി പറമ്പിലിന്റെ ജനങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന ആൾക്ക് ഭൂരിപക്ഷം കൂടുതലേ വേണ്ടേ? രണ്ടാമത്തെ തവണ
നോക്കൂ, ശൈല ടീച്ചർക്ക് ഇരട്ടി ഭൂരിപക്ഷമായത്. അല്ല ഒരു മിനിറ്റ്, അദ്ദേഹത്തിന് നിങ്ങൾ ഭൂരിപക്ഷം ആരാണ് കുറഞ്ഞത്. എങ്ങനെയൊക്കെ സതീഷ്, ഷാഫിയെ സതീഷ്, പരാജയപ്പെടുത്താൻ സമയമാണ്. ആരൊക്കെ സതീഷ്, ഒരു മിനിറ്റ്. എന്നൊക്കെ ജനങ്ങൾക്കറിയാമല്ലോ. എന്നാലും ഷാഫി പറമ്പിൽ കഴിഞ്ഞ 3 തവണയും പാലക്കാടിന്റെ MLA ആയി വിജയിച്ചു വന്ന ആൾ, അത് ജനകീയത ആയതുകൊണ്ട് തന്നെയാണ്, ജനങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഭൂരിപക്ഷം കൂടി കൂടി വന്നതാണ്. അത് ഒരു മിനിറ്റ്, ഭൂരിപക്ഷം കൂടി കൂടി വന്നതാണ്. ഒരു മിനിറ്റ് സതീഷ്. കമ്പയർ ചെയ്യൂ, നിങ്ങളൊന്ന് മണ്ഡലത്തെ കമ്പയർ ചെയ്യൂ. രണ്ടാമത്തെ കാര്യം, ഷാഫി പറമ്പിലുള്ള സ്വീകാര്യതയിൽ നിങ്ങൾ അസ്വസ്ഥരാകണ്ട. ഇനി അസ്വസ്ഥരാണെങ്കിലും നിങ്ങൾക്ക് മരുന്നെന്ന് പറയുന്നത് ജൂൺ 4-ാം തീയതിക്ക് ശേഷം നല്ല വിശ്രമമാണ്, അത് നിങ്ങൾ അറിയുക. രണ്ടാമത്തെ കാര്യം, ഞാൻ സൂചിപ്പിച്ച പോലെ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കേവലം ഈ ഈനാമ്പേച്ചിയുടെയോ എലിപ്പട്ടിക്കോ വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി മത്സരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ശ്രീ സിപിഎമ്മിന്റെ പദവിയിലിരിക്കുന്ന ആളാണ് AK ബാലൻ. നോക്കൂ, ഇത് അഭിജിത്ത് പറയുന്ന ആളുടെയോ പറയുന്ന ആളുടെയോ മൂന്നാമത്തെ AK ബാലൻ എന്ന് പറയുന്ന CPM-ന്റെ അവകാശപ്പെടുന്ന ഇത് പുറത്തുള്ള നമുക്ക് ഇങ്ങനെ ചർച്ചപ്പെട്ട് കാര്യമില്ല. എന്തായാലും വടകര ആരാണ് കരകയറുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ജൂൺ 3-ാം തീയതി വോട്ട് പെട്ടി പൊട്ടുമ്പോൾ അറിയാം ആരാണ് വടകര കയറിയിട്ടുണ്ടാവുക എന്ന്. വളരെ തന്നെ അഭിജിത്ത് ചർച്ചയിൽ പങ്കെടുത്തതിന് താങ്ക് യു.